ബഹുമാന്യനായ ശ്രീനാരായണ ഇന്റർനാഷണൽ സ്റ്റഡി സെന്റർ ഡയറക്ടർ പ്രൊഫസർ ശിശുപാലൻ സാർ, ഈ ലൈബ്രറിയുടെ ബഹുമാന്യയായ പ്രസിഡന്റ് ശ്രീമതി വിജയമ്മ ടീച്ചർ, സെക്രട്ടറി ബഹുമാന്യനായ ശ്രീ രാജീവ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ, എൻ്റെ കൂടെ ഒരു ഗസ്റ്റുമുണ്ട്, ശ്രീ രാജൻ ഗുരു വർഷീനാണ്. ഇവിടെ എഴുത്തുകാരനും റിസർവ് ബാങ്കിലെ വളരെ സീനിയർ ഓഫീസറാണ്. ഒരുപാട് സ്ഥാപനങ്ങളുമൊക്കെ ഇവിടെ നെയ്യാറ്റിൻകരയ്ക്ക് അരുവിപ്പുറത്തടുത്ത്, അതുപോലെ തന്നെ തമിഴ്നാട്ടിലാണ് മഹാബലിപുരത്ത്, അവിടെ തന്നെ 7 ഏക്കറിൽ വലിയ സ്ഥാപനം വളർത്തിയെടുത്ത വലിയ പ്രമുഖനാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വളരെ ആശങ്കയോടെയാണ് ഇവിടെ വന്നത്. കാരണം ഈ കർക്കിടക മാസത്തിൽ മാത്രം നിങ്ങൾ 30 ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു 4-5 വർഷം ആകുമ്പം തന്നെയാണ് 150ഓളം ക്ലാസ്സുകൾ വരും. അപ്പൊ നിങ്ങളുടെ അടുത്ത് വന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ശരിയാകും. കാരണം എനിക്ക് എന്നേക്കാൾ അറിവുള്ളവരാണ് നിങ്ങൾ എന്നൊരു ബോധം എനിക്ക്. അതുകൊണ്ടാണ് ഇന്നത്തെ സബ്ജക്റ്റ് കേരളാവധി വലിയ പ്രാധാന്യത്തോട് 2-3 ദിവസം മുമ്പ് പ്രസിദ്ധീകരിച്ചായിരുന്നു. ഇവിടെ എൻ്റെ വിഷയം വളരെ പ്രധാനപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ ഈശ്വരീയത എന്നതാണ്. അതായത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, എന്നാലും സംശയം മാറ്റണം. നമുക്കെല്ലാം ഉള്ള സംശയമാണ്, ഗുരു ശരിയായ ഈശ്വരനാണോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ഈ സബ്ജക്റ്റ് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടാവില്ലേ എന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ സ്ഥലം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ്. കാരണം ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ലൈബ്രറിയില്ലേ, അതൊരു പ്രത്യേകത. സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള കൗമുദി പത്രാധിപർ പ്രസിദ്ധമായ കൊളത്തൂർ പ്രസംഗം നടത്തിയത് ഇവിടെ വെച്ചാണ്. അന്നത്തെ കേരള മുഖ്യമന്ത്രി EMS സദസ്സിലിരുത്തിക്കൊണ്ട് സംവരണത്തിനെതിരെ വലിയ പ്രസിദ്ധമായ ചരിത്രപ്രസിദ്ധമായ പ്രസംഗം ചെയ്ത, അപ്പോൾ ഞാനിത് സൂചിപ്പിക്കുന്ന വലിയ പ്രാധാന്യമുള്ള, ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്താണ് ഗുരുവിൻ്റെ വളരെ ദീർഘകാല സങ്കേതമായിരുന്ന സ്ഥാപനം കൊലത്തുകര ക്ഷേത്രം. ഞാൻ അവിടുത്തെ ഉത്സവത്തിന് വന്ന ഒരു തവണ പ്രഭാഷണം നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. എന്നാലും ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ ഒന്ന് സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു. കാരണം ഗുരുവിൻ്റെ ആദ്യമായി ഒരു ഛായാചിത്രം കുമാരനാശാൻ അനാച്ഛാദനം ചെയ്തത് ഇവിടെയാണ്. ഞാൻ കൃത്യവർഷം നോക്കി എനിക്ക് തോന്നുന്നത് 136-107 വർഷങ്ങളുണ്ടെന്ന്. കൃഷ്ണക്കുറുപ്പ് എന്ന് പറയുന്ന കലാകാരൻ മറ്റേ സാധാരണ ചായം കൊണ്ടൊന്നുമല്ല, മറ്റ് ചെടികളിൽ നിന്നൊക്കെ ഉള്ള ചാറെടുത്ത് വരച്ച വളരെ ശ്രദ്ധേയമായ സവിശേഷമായ ഒന്നാണ്. കുമാരനാശാൻ തന്നെയാണ് ആ സ്ഥാപനം അവിടെ ഗുരുവിൻ്റെ ഇത് സ്ഥാപിച്ചത്. ലോകത്ത് ആദ്യമാണ്. അപ്പോൾ അത് നിങ്ങളോട് ചേർന്നുള്ള സ്ഥാപനം. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. അതിനുശേഷമാണ് തലശ്ശേരിയിലെ ഗുരുവിൻ്റെ പ്രതിഷ്ഠയൊക്കെ വന്നത്. ആദ്യത്തെ പ്രതിഷ്ഠ തലശ്ശേരിയിലാണ്, പക്ഷെ ആദ്യത്തെ ഛായാചിത്രം ഇവിടെയാണ്. ഇപ്പോഴും ഞാനും ഗുരുവർഷ സാറും കൂടി ഇപ്പോഴും അവിടെ വിസിറ്റ് ചെയ്ത് ആ ഛായാചിത്രത്തിന് യാതൊരുവിധ മങ്ങലുമില്ല. അതൊരു അത്ഭുതമല്ലേ? നിങ്ങൾ എപ്പോഴും കാണുന്നതുകൊണ്ട് ചിലപ്പോൾ ആ അത്ഭുതം ശ്രദ്ധിച്ചിട്ടില്ല. അതുപോലെ തന്നെ വലിയ ഉഗ്രമൂർത്തിയായ ഭദ്രകാളിയെ ഒരു കൈ കൊണ്ട് ഒരു
ഒരുപാട് പേര് കായിക ബലമുള്ള 5-6 പേര് തന്ത്രിയും പൂജാരിയൊക്കെ വിചാരിച്ചിട്ട് ഇളക്കാൻ വയ്യാത്ത ആ ഉഗ്രരൂപിണിയായ ഭദ്രകാളിയെ ഒറ്റ കൈകൊണ്ട് ഇളക്കി ക്ഷേത്രത്തിന്റെ മൂലയിൽ ഇപ്പോഴും വെച്ചിരിക്കുകയാണ്, നിന്നെ ആരും കാണണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ആണ് രണ്ടാമത്തെ ശിവപ്രതിഷ്ഠാണിത്. ശരിയല്ലേ? ടീച്ചർ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ പറയണം. ആദ്യത്തെ പ്രതിഷ്ഠ നമുക്കറിയാം അരിയൂർപ്പുറത്തായിരുന്നു. അതുപോലെ തന്നെ ഗുരുവിന്റെ ഏറ്റവും സവിശേഷനായ സന്യസ്ത ശിഷ്യൻ ഗോദാനന്ദ സ്വാമി അവിടെ ഗണപതിയെ സ്ഥാപിച്ച് ഗണപതി ഇരുത്തിയത് പക്ഷെ ഗുരുവിന്റെ സാന്നിധ്യം ഉണ്ടായി. അതുപോലെ അവിടെ അത് ജടാധര സ്വാമി എന്ന് പറയുന്ന ഒരു സ്വാമി ഉണ്ടായിരുന്ന അവിടെ ഇരുന്ന സ്ഥലം. അതിനൊക്കെ ഞാൻ അതിന്റെ ദീർഘകാലമായിട്ട് പോകുന്നില്ല. അപ്പൊ ഇതിൽ തന്നെ ഈ ഛായാചിത്രം വരച്ചത് തന്നെ കൃഷ്ണക്കുറുപ്പ് എന്ന് പറയുന്ന അദ്ദേഹം ഗുരുവിന്റെ വലിയ ഒരു ആരാധകനായിരുന്നു. അദ്ദേഹം ഗുരു കോലത്തുകര വന്നെന്ന് പറഞ്ഞ അവിടെ, കാരണം ഇത് ഇവിടെ മൂലം തന്നെ ഈശ്വരീയത തുടങ്ങുന്നത്, അതുകൊണ്ടാണ് ഞാൻ അത് സൂചിപ്പിക്കുന്നത്. അവിടെ വളരെ ഗുരു കോലത്തിൽ ഉണ്ടെന്ന് കോലത്തുകര ഉണ്ടെന്നറിഞ്ഞ് അവിടെ എത്തി ഗുരുവിനെ കണ്ടു. പക്ഷെ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഗുരുവിന്റെ ഒരു ചിത്രം വരയ്ക്കണം എന്നുള്ളതാണ്. ഇദ്ദേഹം വന്ന് തൊഴുതുകൊണ്ട് അടുത്ത് നിന്നപ്പോ തന്നെ ഗുരു അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു, എന്റെ ചിത്രം വരയ്ക്കണം ഇല്ലേ? അപ്പം ഗുരുവിന്റെ ആ വലിയ ദൈവികമായ അനുഗ്രഹം നമുക്കറിയാലോ. ഇങ്ങോട്ട് അദ്ദേഹത്തിന് അപ്പൊ ഇരട്ടി സന്തോഷമായി. കാരണം അദ്ദേഹം അറച്ചറച്ച് നിന്ന് ഇത് പറഞ്ഞാൽ ഗുരു സമ്മതിക്കുകയോ എന്നുള്ളത്. അപ്പൊ അത് ഗുരു വളരെ സന്തോഷത്തോടെ ഗുരു സന്ദനിച്ചു. ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നു കൊടുത്തു. അത് എടുത്തു, അത് നമ്മെ പോലെ തന്നെ ഇരിക്കുന്നെന്ന് പറഞ്ഞു. വളരെ സവിശേഷമായ ഇതാണ്. അതുപോലെ തന്നെ ഞാൻ പലയിടത്തും പറയുന്നതാണ്, കോലത്തുകര ഇപ്പൊ പ്രസിദ്ധമാണ്. ശിവഗിരി, ചെമ്പഴന്തി, അരിപ്പുറവും അദ്വൈതാശ്രമവും കഴിഞ്ഞാൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്തേക്ക് ഉയർന്ന് ഇതിനെ ഏതെങ്കിലും കവച്ചു വയ്ക്കുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. ആ നിലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ ഞാൻ പലയിടത്തും സൂചിപ്പിക്കുന്നത്, ഇപ്പൊ ഗുരുവിന്റെ ഈ ദർശനം പടിഞ്ഞാറോട്ടാണ്. അപ്പൊ ഞാൻ ആ കയർഫഡിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടിരുന്നപ്പോ ഈ റോഡ് പൂർത്തിയായിട്ടില്ല, ഈ ബൈപ്പാസ്. ഞാനിപ്പോ വീട്ടിലെ ഭാര്യ ക്യാൻസറിന്റെ അസുഖമായതുകൊണ്ട് എപ്പോഴും സർക്കാർ വണ്ടി ഉണ്ടായിരുന്നു. ഗൗരിയമ്മ ആണ് കയർ മന്ത്രിയായിരുന്നു. അപ്പോൾ അവര് പറഞ്ഞ് ഭാര്യയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ഇവിടെ വരുന്ന ഇപ്പൊ അങ്ങോട്ടൊന്നും പൂർത്തിയാക്കിയില്ല, റോളർ റൂട്ടൊന്നും പൂർത്തിയാക്കിയില്ല. ഇവിടെ പലപ്പോഴും പിടിച്ചു പറയും. അത് എൻ്റെ അനുഭവം പറയുകയാണ്. ഒരിക്കൽ ഇങ്ങനെ കാർ ഓടിച്ചു വന്നപ്പം ഒരു ശവം കിടക്കുന്നു. ഡ്രൈവർ അതിന്റെ പുറത്തൂടെ കയറിയാണ് പോയി. അപ്പൊ ഒരുപാട് വണ്ടി കയറിപ്പോയതാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ആ സ്ഥലം ഇന്ന് വലിയ, ഞാൻ ഒരുപാട് വിദേശ യാത്ര നടത്തിയിട്ടുണ്ട്. ഒരു വിദേശ രാജ്യത്തെ ഒരു ടൗണിൽ ചെന്ന് നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഇതിലെ വരുന്നത്. അത്ഭുതകരമായ മാറ്റമാണ്. അപ്പൊ അതൊന്ന് ഗുരുവിന്റെ ദർശനം എങ്ങനെയാണ് പടിഞ്ഞാറോട്ട് ഈ ഭാഗത്തോട്ടാണ് നോക്കുന്നത് അല്ലേ? ഇപ്പൊ ടെക്നോ പാർക്ക് വന്ന്, അതുപോലെ വേറൊരു ഇതുണ്ട്. ഇപ്പം ISRO വലിയ ചരിത്ര നേട്ടം ഉണ്ടാക്കിയിരിക്കുകയല്ലേ, ചന്ദ്രനിലേക്കൊക്കെ പോയി ഇനി ആളിനെ വിടാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം അത് തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. സയൻസിന്റെ, ശാസ്ത്രത്തിന്റെ ഏറ്റവും അത്യുന്നതമായ ഒരു പരീക്ഷണമാണ് ചന്ദ്രനിൽ ചെന്നിറങ്ങിയ ഇനി ആളിനെ അവിടെ ഇറക്കാൻ പോകുന്ന പറയുന്നത്. അവിടുത്തെ ഡയറക്ടർ ഡോക്ടർ സോമനാഥൻ ക്ഷേത്രങ്ങളിലെല്ലാം പോവുക. അപ്പൊ അത് നമ്മൾ ആലോചിക്കണം. ഇതിനേക്കായി വലിയ ഒരു ഇതില്ലല്ലോ. പലരും ദൈവത്തിനെയും അതിനെയൊക്കെ തള്ളി പറയുന്ന ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ലോകപ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ, ഞാൻ കയർഫഡിൽ ആലപ്പുഴ ഇരിക്കുമ്പോൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ അവിടെ വടക്കനപ്പൻ എന്ന് പറയുന്ന തുറവൂരിലെ വലിയ ക്ഷേത്രമുണ്ട്, നമുക്കറിയാം. അവിടെ ഇതാണ് നരസിംഹ ഇതാണ്. ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിനെ അവിടെ നിന്നവർ പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ ISRO അന്ന് ഡയറക്ടറൊന്നും ആയില്ല, 16 കൊല്ലം മുമ്പാണ്.
ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഇവിടെ പൗർണമിക്കാവിലൊക്കെ അദ്ദേഹം പോയി. അദ്ദേഹം വലിയ പരീക്ഷണം നടത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊക്കെ പോകണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ അതാണ്. അപ്പം ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഞാനൊന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ച ഒരുപാട് കാര്യം പറയാനൊക്കത്തില്ല. ജനിച്ചപ്പോൾ തന്നെ ദൈവികമായ ഒരിതുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് യേശുക്രിസ്തുവിനെ പോലെ ദൈവപുത്രനായിട്ട് ജനിച്ചല്ല അല്ല, അത് വ്യത്യാസമുണ്ട്. ചെറിയ ദൈവികമായ ഉണ്ടെങ്കിൽ പിന്നെ അതാണ് ദൈവികത ആർജിച്ചത് പിന്നാണ്. കാരണം നമുക്കറിയാം, പ്രസവിച്ചപ്പോൾ തന്നെ കുട്ടി കരഞ്ഞില്ല. ഡോക്ടർമാരെല്ലാം പറയുന്നു കരയാത്ത കുട്ടി ചാവുള്ളയാണെന്നാണ്. അപ്പൊ അന്നൊന്നും നമ്മുടെ ഡോക്ടർ ലളിതയെ, ഡോക്ടർ വേലായുധനും ഗവൺമെന്റൊന്നും ഇല്ലായിരുന്നു. ഡോക്ടർ ലളിതയെ അറിയാല്ല. 1,00,000 കുഞ്ഞുങ്ങളെയാണ് അവര്, ഏറ്റവും വലിയ ഗുരുഭക്തയാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്, അവരുടെ കൈ കൊണ്ട് ഏറ്റുവാങ്ങിയത് ആ ഗുരുഭക്തയ്ക്ക് ചെറിയൊരു പിഴവ് പോലും വന്നിട്ടില്ല. കാരണം ഫാമിലി ഏതാണെന്നും കൂടെ ഞാൻ പറയാം. നിങ്ങൾക്കറിയാം, ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയ കോട്ടിക്കോയിക്കൽ വേലായുധൻ, അദ്ദേഹത്തിന്റെ മകൻ വിക്രമൻ സാറിന്റെ പിന്നെ ഭാര്യയാണ് ഡോക്ടർ ലളിത. അടുത്തകാലത്ത് കഴിഞ്ഞ കൊല്ലം മരിച്ചു. അപ്പം അവിടെ ഈ കുട്ടി ജനിച്ച അങ്ങനെയാണ്, കരയാതുള്ള ആ ഒരു കുട്ടി. അപ്പൊ ആ ജനിച്ച് വീണപ്പോ തന്നെ ഒരു അത്ഭുതമായതുണ്ട്. അതാണ് ഞാൻ എടുത്തു പറയുന്നത്. അത് കഴിഞ്ഞ് അറിയാമല്ലോ, ഒരിക്കൽ അവിടെ ചെമ്പഴന്തിയിലെ ആ സ്ഥലത്ത് മഴ പെയ്യാതായി. അപ്പം അമ്മയുടെ കൂടെ കൊച്ചുകുട്ടി 5-6 വയസ്സുള്ളതോ കൂടെ പോയി പൊങ്കാലയിടാൻ, മഴ പെയ്യിക്കാൻ വേണ്ടിയാണ്. അപ്പം ഈ കുട്ടി അമ്മയോട് പറയുന്ന, 5 വയസ്സുള്ള കുട്ടി, അമ്മേ ഞാൻ നേദിക്കാം. അങ്ങനെയാണ് മഴയുടെ ചികിത്സ. അങ്ങനെ കുട്ടി വേദിക്കുകയും കുറച്ച് കഴിഞ്ഞ് മഴ പെയ്യുകയും ചെയ്യും. അരിയപ്പുറത്ത് മഴ പെയ്ച്ചാൽ എത്ര നിങ്ങൾക്കറിയാമല്ലോ, അർദ്ധനാരീശ്വര സ്തവം ചൊല്ലി മഴ പെയ്ച്ചു, നിങ്ങൾക്കറിയാൻ തോന്നുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഒരു സംഭവം കൂടെ ഞാൻ പറയുകയാണ്. കൂടുതൽ ഇതിലേക്ക് പോകാനല്ല, ഒന്ന് സൂചിപ്പിക്കുക. അങ്ങനെ ജനിച്ച് വീണ സമയം പോലെ ഈശ്വരീയതയെ അത്ഭുതം ഉണ്ടായിരുന്നെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ശ്രീ കൊലക്കേല. അപ്പം അത് കഴിഞ്ഞ് അവര് കുറച്ച് കുട്ടികളെല്ലാം കൂടെ കളിക്കുമ്പോൾ ഒരു സന്യാസി വര്യൻ ആ സ്ഥലത്തൂടെ വന്നു, വികൃതമായ വേഷം. അപ്പം അവിടെ നാണു കൊച്ചുനാളി വിളിച്ചിരുന്ന നാണുവും കൂടെ ഉണ്ട്. പക്ഷെ ഇയാളുടെ ഈ സന്യാസിയുടെ വികൃത വേഷം കണ്ട് കൂടെ നിന്ന പിള്ളേരെല്ലാം കൂടെ പോവുകയും കല്ല് പറക്കുകയാണ്. അപ്പം നാണു സങ്കടപ്പെട്ടു, വളരെയധികം സങ്കടപ്പെട്ടു. അങ്ങനെ ഇരുന്ന് തലയെ കൈവച്ച് സങ്കടപ്പെടുത്തി ദുഃഖം പ്രകടിപ്പിച്ചു. അപ്പൊ ഈ സന്യാസി ഇത് കണ്ട് ഓടി വന്ന് ഈ കൊച്ചിനെ തോളിലേറ്റ് വീട്ടിൽ കൊണ്ടേൽപ്പിച്ചു. അങ്ങനെ അമ്മ കൊച്ചിനെ അകത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് വെളിയിലോട്ട് വന്ന് നോക്കിയപ്പോ അന്ന് വിജനമാണല്ലോ ഇപ്പോഴത്തെ പോലെ. അങ്ങനെ ആ സമയം കാണുന്നില്ല. അതെന്താണെന്ന് ആരും ചരിത്രകാരനൊന്നും പറയുന്നില്ല. എങ്ങനെ വന്നു അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അത് കഴിഞ്ഞ് വാരണപ്പള്ളിയിലാണല്ലോ പഠിച്ചത്. വാരണപ്പള്ളി പഠിച്ചപ്പോ തന്നെ കുമ്മംപള്ളി രാമപിള്ളി ആശാന്റെ ചേവണ്ണൂർ കളരിയിൽ വെച്ച് തന്നെ കൊച്ചു വിദ്യാർത്ഥിയായ നാരായണ ഗുരുവൊക്കെ പിന്നാണല്ലോ ആയത്. നാരായണന് ശ്രീകൃഷ്ണ ദർശനം ഉണ്ടായിരുന്നു. അപ്പൊ ഈ കളരിയിലെ ഗുരു തന്നെ നോക്കുമ്പോ തന്നെ എന്തോ ഇതുപോലെ ഇതുപോലെ കടന്ന് ഓടുകയും അതും ഇതുമൊക്കെ ചെയ്യുന്ന. അവസാനം ഗുരു കൂടുതൽ പരിശോധിച്ചപ്പോ ശ്രീകൃഷ്ണൻ ശരീരത്തിൽ ആവാഹിച്ചു വന്നതാണ്. അതാണ് അതിനെപ്പറ്റിയാണ് ആദ്യമായി ശ്രീനാരായണ ഗുരു എഴുതിയ ഗജേന്ദ്ര മോക്ഷം എന്നെഴുതിയ കൊച്ചുകുട്ടിയായിരുന്നതാണ്. അറിയാലോ. അതുപോലെ ജീവകാരുണ്യത്തിനും വളരെ ഇതായിരുന്നു. അവിടെ വാരണപ്പള്ളി ജോലിക്ക് നിന്ന ഒരു ശാത്തം പോലെ ഒരു ദിവസം കാണാതെ വന്നു. അവിടെ അങ്ങനെ പോകുന്നവരെ ഒരുപാട് ജോലിക്കാരില്ലേ, വലിയ സമ്പന്ന കുടുംബമല്ലേ. നമ്മുടെ ഈ ശ്രീനാരായണീയരുമായിട്ട് ബന്ധപ്പെട്ട
രണ്ടു മൂന്ന് കുടുംബത്തിൽ ഏറ്റവും പ്രസിദ്ധമാണ് വാരപ്പള്ളി, മറ്റേ കോമലേഴൻ, അങ്ങനെ രണ്ടു മൂന്ന് ഫാമിലി ആണല്ലോ ഉള്ളത്. എല്ലാം അവിടെയാണ്, കായംകുളം അങ്ങോട്ട് വടക്കോട്ടുള്ള ഇതാണ്. അപ്പം അവിടുന്ന് ഈ ചാത്തമ്പൊലേനെ അന്വേഷിച്ച് ഗുരു ചെല്ലും. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഒരു ചാളയില, ചാളയെന്ന് പറഞ്ഞാൽ കൊച്ച്, കുടിയിലാണ് ചാളയെന്ന് പറയും, ഇവിടെ അങ്ങനെ പറയുമെന്ന് അറിയില്ല. ചാളയില് ഈ ചാത്തമ്പൊലെ ഗുരു എന്നും കഥവ് ഇങ്ങനെ തള്ളി നോക്കിയപ്പോൾ വലിയ മുഴുവൻ കുഷ്ഠരോഗം ബാധിച്ച, അന്ന് കുഷ്ഠരോഗത്തിന് ചികിത്സയില്ല, ആരും പിന്നെ കാണത്തില്ല, വീട്ടുകാർ തന്നെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ എറിഞ്ഞു പിടിക്കുക. അപ്പൊ ഗുരു അകത്ത് കയറി, ഇയാൾക്ക് അതിശയം കൊണ്ട് കട്ടിലിൽ നിന്ന് ചാടി എണീറ്റ് തമ്പ്ര അകത്ത് വന്നോ എന്ന് പറഞ്ഞ ഒരു വലിയ വിഷമപ്പെട്ടു. ആരും അങ്ങനെ ചെല്ലത്തില്ല. പക്ഷെ ഗുരു മരോട്ടി എണ്ണയൊക്കെ കയ്യിൽ വെച്ചാണ് വന്നത്. അയാളെ ആ മരോട്ടി എണ്ണ ഇട്ട് സാവകാശം ഇട്ട് അങ്ങനെ ആ അസുഖം മാറി. ഇതെല്ലാം കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും വലിയ അതിശയകരമായ കാര്യങ്ങളാണ്. അപ്പം അത് കഴിഞ്ഞാണ് ഞാൻ അതിലെപ്പോഴേ ജനിച്ചോ ഉള്ള അതിലേക്ക് കൂടുതൽ ഞാൻ പോകുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് കൊറോണ വന്നല്ല. കൊറോണ വന്നപ്പോൾ ലോകം മുഴുവൻ ബാധിച്ചത്. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ശുചിത്വം പാലിച്ചിരുന്നെങ്കിൽ ലോകത്ത് കൊറോണ വരത്തില്ലായിരുന്നു. ഇത്രയും ശുചിത്വത്തെ കുറിച്ച് എടുത്തു പറഞ്ഞ ഒരാചാര്യൻ ലോകത്ത് പിന്നുള്ളത് മുഹമ്മദ് നബി മാത്രമേ. അപ്പൊ ശിവഗിരി താമസിച്ചിരുന്ന ഒരു ഉദാഹരണം പറയുമ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. അവിടെ ഗുരുവിനൊരു പാചകക്കാരനുണ്ട്. അയാൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, ഇയാൾ വരുമ്പോൾ കുളിച്ചോട്ട് വരണം, എന്നിട്ട് കുളിച്ചേച്ച് വന്ന് പാചകം തുടങ്ങണം, പാചകം കഴിഞ്ഞിട്ട് വീണ്ടും കുളിക്കണം, അത് കഴിഞ്ഞ് വിളമ്പാൻ പോകണം. അപ്പൊ എത്രയാണ്? 3 കുളി കുടിച്ചാൽ ഗുരുവിന്റെ നിർദ്ദേശമാണ്. അപ്പൊ ശുചിത്വത്തിന്റെ അത് നമുക്ക് ആലോചിക്കാവുന്ന കളി. ഞാൻ പറഞ്ഞത് നമുക്ക് ലോകം മുഴുവൻ വ്യാപിച്ച് പടർന്നു പിടിച്ച ഒരു മാരക രോഗം ഈ 2 ആചാര്യന്മാരുടെ ശുചിത്വം ഇത് പാലിച്ചിരുന്നെങ്കിൽ അത് അങ്ങനെ ഒരു രോഗമേ ഉണ്ടാകത്തില്ല. എന്തുമാത്രം പ്രയാസമാണ് ലോകം മുഴുവൻ, എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചത്. അപ്പൊ ഇപ്പം നമ്മൾ ഈ സയൻസ് തന്നെ ഒരു ഇത് പ്രൂവ് ചെയ്തിരിക്കുന്നു. മുഹമ്മദ് നബി ഈ അവരുടെ വിശ്വാസികളോട് നിസ്കരിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഇങ്ങനെ 6 നേരം നിസ്കരിക്കുന്നവർക്ക് ഇപ്പൊ സയന്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തതാണ്. ഇങ്ങനെ നെറ്റി കുഞ്ഞ് ഇങ്ങനെ തണുപ്പൊക്കെ വരുന്നതാണ്. അവർക്ക് താരതമ്യേന ഹാർട്ട് അറ്റാക്ക് വളരെ കുറവാണ്, ക്യാൻസറും കുറവാണ്. അപ്പൊ ഞാൻ എൻ്റെ ഭാര്യയുടെ ചികിത്സാർത്ഥം വലിയ പഠിത്ത ചികിത്സയായിരുന്നു. കാരണം ഡോക്ടർ തന്നെ നേരത്തെ പറഞ്ഞു രക്ഷപ്പെടത്തില്ല, രോഗിയെയും ആരെയും അറിയിക്കണ്ട. അതെനിക്ക് തന്നെ വലിയ വിഷമമാണ്. ഒരാളെ അറിയിക്കാതെ എങ്ങനെയാണ് മക്കളെ പോലും അറിയിക്കുക. അപ്പം അവിടുത്തെ ചികിത്സാല പിന്നെ ഡോക്ടർ ഒരു കാര്യം ചെയ്ത് നമ്മളോട് അടുപ്പമുണ്ടായിട്ട് ഡോക്ടർ പറഞ്ഞ കീമോ ഒന്നും ആദ്യം എടുക്കുന്നില്ല, എന്തായാലും രോഗി രക്ഷിക്കത്തില്ല, രക്ഷപ്പെടത്തില്ല, പരമാവധി നീട്ടിക്കൊണ്ടു പോകാന്ന് പറഞ്ഞു. അങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. അപ്പം ഇതാണ്. അപ്പം ഈ ആചാര്യന്മാരുടെ കാര്യം നമ്മൾ അത് വളരെ പ്രധാനമാണ്. ഞാൻ അവിടുന്ന് എൻ്റെ ഗ്രാമത്തിലെ ഗുരുവിൻ്റെ അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പെരുന്നാപ്പള്ളിയാണ് എൻ്റെ സ്വദേശം. ഞാനിവിടെ താമസിക്കുന്ന ജില്ല സുഖമാണ്. അപ്പൊ അവിടെ എൻ്റെ ഗ്രാമത്തിൽ നിങ്ങൾ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ലിസ്റ്റ് നോക്കിയാൽ കുന്നിനെഴുത്തെന്ന് പറയുന്ന ഒരു ദേവീക്ഷേത്രം, അത്ര വലിയ ക്ഷേത്രമൊന്നും ആയില്ല. പെരുന്നാപ്പള്ളിയുടെ തീരപ്രദേശം, അതിന് 2 കിലോമീറ്റർ കായലോരത്താണ് എൻ്റെ സ്ഥലം. തുറയിൽ കുന്നെന്ന് പറയും. ആ കുന്നിനെഴുത്ത് ദേവിയുടെ പ്രതിഷ്ഠയ്ക്ക് വന്നപ്പോൾ അത് മനോഹരമായ വളരെ വീതിയുള്ള വട്ടക്കായൽ എന്നാണ് വിളിക്കുന്നത്. ആ കായലിന്റെ കരയുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പൊ ഗുരു അവിടെ പലതവണ 2-3 തവണ അവിടെ കാരണം ഈ കരുനാഗപ്പള്ളി, കറുകപ്പള്ളി ആ ഭാഗങ്ങളിലൊക്കെ ഗുരുവിന്റെ ആവശ്യങ്ങൾക്കുള്ള സമ്പത്തി ശേഖരിക്കാനും ഒക്കെ വരുന്നു. അപ്പൊ അവിടെ കുന്നിനെഴുത്ത് ഭുവനേശ്വരിയാണ് പ്രതിഷ്ഠിച്ചത്.
അവിടെ തന്നെ ഒരു ഈ ഗുരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ഷൗരം ചെയ്യുമ്പം ഈ ക്ഷൗരം ചെയ്യുന്ന ആളിനെ വിളിക്കും, ഞങ്ങളുടെ അവിടെയൊക്കെ വാത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ ഗുരു ഒരാള് വരാൻ പറഞ്ഞു, ഒരെണ്ണം കൊണ്ടുവരാൻ പറഞ്ഞു. ഒരാളിനെ കൊണ്ടുവരുന്ന അയാൾ കത്തി എടുത്തപ്പോൾ ഗുരു പറഞ്ഞു, എന്താ ഇദ്ദേഹം ഒരുപാട് പാപം ചെയ്ത ഒരു മനുഷ്യനാണ്, ഇദ്ദേഹം എനിക്ക് ക്ഷൗരം ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഗുരു പറഞ്ഞ് അയാൾക്ക് ഫീസ് എന്തെങ്കിലും കൊടുത്ത് മടക്കി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ നിസ്സായിട്ട് പോകുന്നില്ല, ഇതെല്ലാം ദൈവികതയുടെ ഭാഗമായിട്ട് വരുന്നത്. അവിടുന്ന് 2 കിലോമീറ്റർ അടുത്തുള്ള സ്ഥലത്തേക്ക് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, എൻ്റെ അപ്പൂപ്പൻ ഉള്ളന്തര കൃഷ്ണനാശാൻ എന്ന് പറയും. അത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൊട്ടുപകൽ വേലാതിൻ്റെ ജീവചരിത്രം വളരെ പ്രധാനമാണ്. അതിനകത്ത് സൂചിപ്പിച്ച കഥയാണിത്. കൊട്ടുകൈക വേലാതൻ സാറിനെ എനിക്ക് കണ്ടറിയുണ്ട്. അത് അദ്വൈതാശ്രമത്തിൽ സംസ്കൃത അധ്യാപകനായിരുന്നു. അപ്പൊ ഗുരുവിന്റെ അടുത്ത് പെരുമാറുകയും ഗുരുവിനൊപ്പം സഞ്ചരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ ജീവചരിത്രത്തിന് വലിയ പ്രാധാന്യമാണ്. അപ്പോൾ അവിടുന്ന് കായൽ വഴി TS കനാൽ എന്ന് പറയും. TS കനാൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാമല്ലോ, തിരുവനന്തപുരം ഷൊർണൂർ വരെ കായൽ. ഇവിടുന്ന് ഈ പർവതി കുത്തനാറൊക്കെ കണക്ട് ചെയ്ത് വരുന്ന ആ കായലിന്റെ തലയാണ് നമ്മുടെ. അപ്പൊ അപ്പൂപ്പൻ അവിടെ വിളിച്ചുകൊണ്ട് വന്നു ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ. അപ്പം അവിടെ വന്നപ്പം ഈ ഗുരു സാധാരണ ഇരിക്കുന്ന ചാരുകസേരയിലാണ്. അപ്പൊ അവിടെ ചാരുകസേര ഇട്ട് കൊടുത്ത് തുണി, വെള്ളത്തുണി അത് ഇട്ടു. ഗുരു വന്നിട്ട് പറഞ്ഞ് ആ തുണി മാറ്റാൻ പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഉറപ്പല്ല എന്തായാലും പറയുന്നത്. അപ്പൊ അത് മാറ്റി ഗുരു പറഞ്ഞ് പുതിയ തുണി തന്നെ വേണമെന്നില്ല, അലക്കിയ ഒരു തുണി ഇട്ടാലും മതി. അങ്ങനെ പെട്ടെന്ന് അലക്കിയ ഒരു വെള്ള തുണി കൊണ്ടുവന്നിട്ട് ഗുരു എന്നിട്ട് വരുന്നില്ല, ഇത് ഒരു 5-6 അടി മാറ്റി ഇടാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ ഇതൊക്കെ കഴിഞ്ഞാണ് ഭക്തജനങ്ങള് ചോദിച്ചത്, മഹാഗുരു എന്തുകൊണ്ടാണ് ഈ തുണി മാറ്റണമെന്ന് പറഞ്ഞ്, എന്തുകൊണ്ടാണ് 5-6 അടി ദൂരെ. ഞാൻ കേരളമതിയിൽ ഇത് എഴുതിയതാണ് ഈ ചരിത്രം. അപ്പൊ ഗുരു പറഞ്ഞു അതിലെന്തോ ഒരു ശുചിത്വക്കുറവുണ്ടെന്ന്. അപ്പൊ ആളുകൾ അന്വേഷിച്ചപ്പോ എന്തുവാ, തലേന്ന് രാത്രിയെ തുണി എടുത്തിട്ടില്ല. അവിടെ ആരോ ഒരാൾ അറിയാതെ വെളുപ്പിനെ 4 മണിക്ക് കയറിയിരുന്നു. അത് 2-3 പേര് കണ്ടവർ പറഞ്ഞു. അപ്പൊ അതാണ് ആ തുണി ഒരാൾ ഇരുന്നതേ ഉള്ളു. ഗുരു അത് ദീർഘദൃഷ്ടിയോടുകൂടി കണ്ട് മനസ്സിൽ കണ്ട് അത് മാറ്റാൻ പറഞ്ഞു. 5-6 അടി മാറ്റാൻ ഇടാൻ പറഞ്ഞ കാര്യം ഗുരു പറഞ്ഞ വാചകമാണ്. അവിടം വേറൊരാളിന് ഇരിപ്പടം. ആ പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ പ്രസിദ്ധമായ സുബ്രഹ്മണ്യ ക്ഷേത്രം വന്നിരിക്കുന്നത്. സുബ്രഹ്മണ്യന് ഈ പലരും അതിനോട് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. ഞാനതുകൊണ്ട് നമ്മുടെ സ്ഥലത്ത് വന്നതായതുകൊണ്ട് അതിന്റെ ചരിത്ര രേഖകൾ പരിശോധിച്ചപ്പം ഗുരുവിന്റെ ഒരു ഉപാസനാമൂർത്തിയായിട്ട്, അതായത് അരിപ്പുറം ഇത് അവിടുത്തെ അതിഘോരമായ തപസ്സിന് മുമ്പാണ്. കാരണം തപസ്സിന് ശേഷം പിന്നെ ബ്രഹ്മജ്ഞാനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉപാസനാമൂർത്തിയുടെ കാര്യമില്ല. അപ്പം അത് മറ്റേ ശാന്തരാനന്ദ സ്വാമി ഉണ്ടല്ലോ, അരിയപ്പുറത്തെ സ്വാമിയായിട്ട് സംസാരിച്ച സ്വാമികൾ തർക്കിച്ച് അത് അഗസ്ത്യമുനിയാണ്. ഞാൻ പറഞ്ഞല്ലെന്നോ. അപ്പം എന്നെ ഒരുപാട് രേഖകൾ ഞാൻ കളക്ട് ചെയ്തു. കാരണം അതെല്ലാം ബന്ധപ്പെട്ട ഇപ്പം ഗുരുവിടയ്ക്ക് ചട്ടമ്പ സ്വാമിയെ കാണുന്നു. അതിലൊക്കെ ഞാൻ കൂടുതൽ പോകുന്നില്ല, തിരുവനന്തപുരത്ത് വെച്ചാണ് കണ്ടത്. ചട്ടമ്പ സ്വാമി ഷൺമുഖദാസനാണ്. ഷൺമുഖൻ എന്നുള്ള സുബ്രഹ്മണ്യം. അത് കഴിഞ്ഞാണ് തൈക്കാവ് അയ്യാവിനെ കാണാൻ പോയത്. തൈക്കാവ് അയ്യായും സുബ്രഹ്മണ്യ ഉപാസനാണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഇത് സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം വലിയ ഗുണുണ്ടോ? പറയുന്നത് മരത്വമലയില ഘോരമായ തപസ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് അഞ്ചാറിന കാര്യങ്ങളാണ്. അവിടെ പിള്ളത്തടത്തിലായിരുന്നു. അപ്പൊ ഒരു ദിവസം മരുത്വമലയുടെ പ്രത്യേകത അറിയാലോ. മരുത്വമലയുടെ മേളിൽ നിന്ന നേരെ കാണുന്ന എന്താണ്? കന്യാകുമാരി ത്രിവേണി സംഗമം. കിഴക്ക്
ബംഗാൾ പടിഞ്ഞാറ് എത്രയും മനോഹരമായ. അപ്പോൾ ഒരു ദിവസം വല്ല നിലാവുള്ള ഒരു ദിവസം ഗുരു അവിടുന്ന് ഇറങ്ങി നടന്ന്. അപ്പം നല്ല വിശപ്പുണ്ട് ഗുരു. അങ്ങനെ കുറച്ച് നടന്നപ്പം അവിടെ ഒരു രൂപം, വടിയൊക്കെ കുത്തിയ ഒരു കുഷ്ഠരോഗിയെ പോലുള്ള ഒരു ആളടുത്ത് വന്ന് വിശക്കുന്ന ഇല്ലേന്ന്, അറിയാമോ നിങ്ങൾക്ക് കഥ? വിശക്കുന്നില്ലേന്ന് ചോദിച്ചു. അപ്പം അയാൾ മലരും വെള്ളവും ഒക്കെ ഗുരുവിന് കൊടുത്തു. അതൊക്കെ തൃപ്തിയോടുകൂടി കഴിച്ചിട്ട് നോക്കിയപ്പോൾ ആളിനെ കാണുന്നില്ല. അപ്പൊ അതിനാണ് ഞാൻ ഈ ചരിത്രലേഖം അതുൽ സുബ്രഹ്മണ്യനാണ് സാന്ദ്രാനന്ദ സ്വാമി പറഞ്ഞത്. അദ്ദേഹം മുങ്ങിയാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്ര ഇത് നോക്കിയത്. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്? ശരിയായ ഗുരുവിന്റെ ഈശ്വരീയതയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടുന്നാണ് ബ്രഹ്മജ്ഞാനം നേടിയിട്ടാണ് ഗുരു താഴോട്ട് ഇറങ്ങുന്നത്. അതാണ് അവതാരം എന്ന് പറയുന്നത്. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതാണ് അവതാരം എന്ന് പറയുന്നത്. അങ്ങനെ അവതാരമൂർത്തിയായി സാക്ഷാൽ ബ്രഹ്മജ്ഞാനം നേടി ഗുരു പിന്നെ പ്രധാനമായിട്ട് വന്നത് അരിപ്പുറത്തേക്കാണ്, അല്ലേ? അപ്പൊ അരിപ്പുറത്ത് അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഇതാന്ന് തോന്നുന്നു, ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതല്ലേ. അപ്പൊ അവിടെ വെച്ചാണ് ഗുരു ആദ്യത്തെ സന്യസ്ത ശിഷ്യനായ ശിവലിംഗദാസ സ്വാമികളെ കണ്ടുപിടിച്ചത്. അവിടെ ശിവലിംഗദാസ സ്വാമികളുടെ പഴയ പശ്ചാത്തലം അറിയാവുന്നു. അദ്ദേഹം ഒരു മാരായമുട്ടം അരിയമ്പലത്തടുത്തുള്ള ഒരു നായർ ഫാമിലിയിൽ ആണ്. 3 മക്കളിൽ ഒരാളാണ്. ഇയാളെ കൊണ്ട് പോച്ച വീക്കും ഇങ്ങനെ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്ന ഇങ്ങനെ ഇട്ടതിനാണ്. ഒരിക്കൽ ഇയാൾ പുല്ലരിയാനോ അത് നെയ്യാറ്റിൻകര പോകുന്ന അതിലെ കാടാണെന്ന്, നെയ്യാറ്റിൻകരയൊക്കെ പോകുന്ന കാടിക്കൊക്കെ പോകുന്ന ഇതാണ്. അപ്പൊ നെയ്യാറിന്റെ തീരത്ത്, നെയ്യാറാണല്ലോ അരിയപ്പുറത്തുകൂടെയൊക്കെ വരുന്ന നെയ്യാറാണ്. അത് അഗസ്ത്യമുനി വലിയ യാഗവും പ്രാർത്ഥനയൊക്കെ നടത്തിയപ്പം ഒരുപാട് നെയ്യ് ഇങ്ങനെ ഈ ആറിലേക്ക് ഒഴുക്കി വിട്ടു. അങ്ങനെയാണ് നെയ്യാർ എന്ന് പറയുന്നതാണ് പുരാണം പറയുന്നത്. അങ്ങനെയാണ്. അപ്പൊ ഇയാൾ കാട്ടിൽ ഇന്ന് വന്നപ്പം അതിന് എതിർ സൈഡില വളരെ തേജോമയനായ ഒരു യുവയോഗി ഇരുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ ഇയാൾ നോക്കിയപ്പോ പെട്ടെന്ന് അതിശയവും പേടിയായി. കാരണം അതിനടുത്ത പുലിയും കിടക്കും. ഇയാൾ വളരെയധികം പേടിച്ച് ഈ സംഭവം ഇയാളുടെ മനസ്സിലേക്ക് എന്തോ ഒരു വല്ലാത്ത പ്രകാശം പോലെ ഇങ്ങനെ വന്നടിച്ചത്. ഇയാളപ്പോൾ അതിലൊരു ആകർഷ്ടനായി. അങ്ങനെ പലതവണ വന്ന് കുറച്ച് അടുത്ത് ചെന്ന് പുലിയെ കണ്ട് ഇയാൾ തിരിഞ്ഞോടി. പിന്നെ ചെന്നപ്പോൾ ഗുരു ഇങ്ങനെ മാടി വിളിച്ചു. അപ്പം അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഗുരുവിന് മനസ്സിലായി പേടിയുണ്ടെന്ന്. ഗുരു അടുത്ത് വിളിച്ചിട്ടപ്പോൾ പേടി മാറി. അപ്പൊ അന്നേരം ഗുരു പറഞ്ഞു, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. ഗുരുവിന് ചുട്ട പിന്നെ ചീനി വളരെ ഇഷ്ടമാണ്. അപ്പൊ ഇയാൾ പോയി ചീനിയൊക്കെ ചുട്ട് കൊണ്ടുവന്നു ഗുരുവിന് കൊടുത്ത് വളരെ തൃപ്തിയായി. അപ്പൊ ഒരു ദിവസം ഈ ചീനി കഴിച്ചിട്ട് ഗുരു കഴിച്ചിട്ട് ആ ഇല കുറച്ചങ്ങോട്ട് നീക്കി വെച്ച്. അത് ശിവദാംഗസ്വാമിയുടെ പഴയ പേര് വീട്ടിൽ വിളിക്കുന്ന കുഞ്ചു എന്നാണ്, പച്ചപ്പിപ്പിള്ള എന്നാണ്. അത് ഇയാളെടുത്ത് കഴിച്ചു. ഭയങ്കര കൊടിയ അയിത്തം നിലനിൽക്കുന്ന കാലമാണ്. അപ്പൊ ഇത് വീട്ടുകാരറിഞ്ഞു. അപ്പൊ ഇയാളെ അടുപ്പ് ഒരുപാട് ചർച്ചകളും ഒക്കെ നടത്തി. ഇയാൾ വീട്ടിൽ ചെന്നപ്പം അവര് ഇനി ഇവിടെ വരണ്ടെന്ന് പറഞ്ഞ് ബഹിഷ്കരിച്ച് ഇയാളെ പുറത്താക്കി. അപ്പൊ ഇവർക്ക് വേറൊരു അഭയമില്ലാതെ വീണ്ടും ശ്രീനാരായണ ഗുരുവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പം ഗുരു പറഞ്ഞ് നമ്മുടെ കൂടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. അപ്പൊ ഇത് ആദ്യത്തെ സന്യസ്ത ശിഷ്യനായോണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത്. എന്നിട്ട് ഗുരു തന്നെയാണ് സംസ്കൃതം എല്ലാം നേരിട്ട് വഴി പഠിപ്പിച്ച് ഈ ശിവലിംഗദാസ സ്വാമികളെ 36 ഗ്രന്ഥങ്ങളാണ് രചിച്ചത്. ഇതൊക്കെ എല്ലാം കൂടെ പഠിക്കാൻ നമുക്ക് സാധാരണക്കാർക്ക് സമയമുണ്ട്. ഗുരു തന്നെ 64-65 ഗ്രന്ഥങ്ങൾ എഴുതി. ശിവലിംഗദാസ സ്വാമികൾ, ബോധാനന്ദ സ്വാമികൾ എത്രയോ ഗ്രന്ഥം, ഞാൻ ഒത്തിരിയൊക്കെ നോക്കി. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ
സത്സംഗ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ, അദ്ദേഹം തന്നെ എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതി. അപ്പൊ ഇതാണ് നമ്മുടെ പ്രശ്നം. ഗുരുവിനെ അറിയണമെങ്കിൽ ഇതെല്ലാം വായിക്കണം, ഇതെല്ലാം കൂടെ വായിക്കണേ. വലിയൊരു തപസ്യയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തിയാലേ ഇതെല്ലാം കഴിയും. പക്ഷേ ഗുരു ശിവലിംഗദാസ സ്വാമികളുടെ ഭയം മാറ്റിക്കൊടുത്തു. അതെങ്ങനെയെന്നറിയാം. ഒരു ദിവസം ഗുരു ഇങ്ങനെ നേരിട്ടൊന്നും പറയത്തില്ല, ശിഷ്യന്മാരും കൂടെ അങ്ങ് പോകും. ശിവലിംഗന്ന പേര് കൊടുത്ത് ഇതിനിടയ്ക്ക് അംഗീകരിച്ചു. അപ്പം പോയ ഒരു കാട്ടിലോട്ട് കയറി. അവിടെ ചെന്നപ്പോ ഒരു ആൽത്തറ പോലെ ഒരു സ്ഥലം, ഒരു ചെറിയ ഇയാല പോലെയൊക്കെ ഉണ്ട്. അവിടെ ഗുരു ഇരുന്നപ്പോ ഇയാൾ വരും. അത് എന്താണെന്നറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കള്ളിയങ്കാട്ട് നീലി എന്ന് പറയും, യക്ഷിയാണ്. പകല് പോലും ആളുകൾ വിറച്ചോണ്ടാണ് ആ സ്ഥലത്തുള്ളത്. അവിടെ ആ ഗുരു എന്നിരുന്നത്. അപ്പം സ്വാമികളുമായി അന്ന് രാത്രി ഉറങ്ങി. രാവിലെ എണീച്ചപ്പോ ഗുരു ചോദിച്ച്, ഭയം മാറിയോ എന്ന് ചോദിച്ചു. മഹാഗുരു, എനിക്കിപ്പോ ഭയമില്ല, ഞാൻ സ്വാമിയോട് ഗുരുവിനോട് ചേർന്നാണ് കിടന്നതുകൊണ്ട് എനിക്ക് ഭയമില്ല. അത് കഴിഞ്ഞ് നെയ്യാറിന്റെ തീരത്ത് വന്ന് പാറയുടെ പുറത്തിരുന്ന ഇടയ്ക്ക് ധ്യാനിക്കാൻ പറഞ്ഞ് ധ്യാനിച്ചിടയ്ക്ക് കണ്ണ് തുറന്നപ്പം ആറിനകത്തുനിന്ന് പുലി ഇങ്ങനെ ചാടി വരുന്ന പോലെ ഇയാൾക്ക് നോക്കി. ശ്രീലങ്കദാസ സ്വാമി പുള്ളി പെട്ടെന്ന് കണ്ണടച്ചിട്ട് ഗുരുവിന്റെ കാലേ കയറി പിടിച്ചോണ്ട് കഴിഞ്ഞ് കണ്ണ് തുറന്ന് എണീച്ചപ്പം ഗുരു ചോദിച്ച്, പേടി ഉണ്ടോ, മാറിയോ പേടി? അത് ഗുരുവിന്റെ കാലെ ഞാൻ കെട്ടിപ്പിടിച്ചോണ്ട് എനിക്ക് യാതൊരു ഭയമില്ല, ഭയമെല്ലാം മാറി. അപ്പൊ അങ്ങനെ ആദ്യത്തെ ശിഷ്യന്റെ ഭയം എല്ലാം മാറ്റിപ്പോയി. പിന്നെ ബാക്കിയെല്ലാം ചരിത്രം നിങ്ങൾക്ക് അറിയാവുന്നില്ല. അവിടെ ഏറ്റവും പ്രസിദ്ധമായ അരിപ്പുറം പ്രതിഷ്ഠ അറിയാമല്ലോ, അവിടെ നിന്ന് മുങ്ങിയെടുത്ത്. അപ്പം അതിനൊരു പ്രത്യേകതയുണ്ട്. അത് പലരും അത് വലിയ പ്രാധാന്യത്തിൽ പറയുന്നില്ല, അതുകൊണ്ടാണ് എടുത്ത് പറയാൻ. ഗുരു ഈ ശില എടുത്തോണ്ട് വന്ന് അവിടെ ക്ഷേത്രമില്ല, പാറപ്പുറത്ത് ഇങ്ങനെ ധ്യാനനിരനായി ഇരുന്നപ്പം കണ്ണുനീര് ഇങ്ങനെ ജനിച്ചപ്പോ കരയാത്ത, ഇത് കരയുന്നതല്ല, ധ്യാനിച്ച് ഇങ്ങനെ ഇട്ടിട്ട് പാറയുടെ പുറത്ത്, അതിന്റെ പുറത്ത് ഈ പ്രതിഷ്ഠ എടുത്തു വെച്ചത്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതം. അപ്പൊ അതിനടുത്ത് ഞാൻ പറയുന്നത്, ഈ നെയ്യാറ് പോകുന്ന എങ്ങോട്ടാണ്? നെയ്യാറ് പോയി നെയ്യാറ്റിൻകര ചെന്ന് അവിടുന്ന് പോയി അങ്ങ് പൂവാറ് ചെന്ന് കടലിൽ പതിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അടുത്ത് തന്നെ ഇപ്പൊ രണ്ട് വലിയ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ഇന്ത്യ മുഴുവൻ അറിയപ്പെടാൻ. ഒന്ന് ചെങ്കൽ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടാവും. ചെങ്കൽ ക്ഷേത്രം, അവിടെ പിന്നെ ഇതാണ് പരമശിവനാണ്. അവിടെ വലിയ ഈ ഗോപുരം പോലെ കെട്ടിയിട്ട് അതിനകത്തൊരു സംവിധാനം, അതിനകത്ത് നോക്കിയാൽ കൈലാസം കാണും. അതിൻ്റെ ഇപ്പുറത്ത് ആഴിമല എന്ന് പറയുന്ന ഒരു സ്ഥലം. അപ്പൊ അവിടെ ഈ രണ്ട് മഹാക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠ എങ്ങനെയാണ്? പ്രതിഷ്ഠ ഈ അഷ്ടബന്ധം കലശം ഉണ്ടാക്കി അതിനകത്ത് തന്ത്രി വന്ന് പ്രതിഷ്ഠിക്കുകയാണ്. അതിനൊത്തിരി ഇതുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ പ്രതിഷ്ഠയ്ക്ക് പൂജകളെല്ലാം കഴിഞ്ഞിട്ട് പ്രാണം കൊടുക്കുന്ന ആരാണ്? തന്ത്രിയാണ്. അപ്പൊ തന്ത്രിയാണ് പ്രതിഷ്ഠയുടെ പിതാവ്. അപ്പൊ ഞാനിത് പറഞ്ഞ അങ്ങനെ വലിയ മഹാക്ഷേത്രത്തില് ഈ ക്ഷേത്രത്തിൽ ഇത്രയും വലിയ ലക്ഷക്കണക്കിന് പൂജ നടത്തിയാൽ ആ പ്രതിഷ്ഠയ്ക്ക് 12 വർഷം മാത്രമേ ഇതുള്ളൂ. അത് കഴിഞ്ഞ് പുനഃപ്രതിഷ്ഠ നടത്താൻ. അരിപ്പുറത്തിരിക്കുന്ന കണ്ണീരിനകത്ത് ഉറപ്പിച്ചു വെച്ചത് എത്ര അതുകൊണ്ട് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, 136 വർഷമായിട്ട്. ശരിയാണ്, ഒരു ഇത് ചെയ്തിട്ടില്ല. അത് വലിയ ലോകത്തിലെ തന്നെ അത്ഭുതമാണ്. അത് നിങ്ങളെല്ലാം അത് സംസാരിക്കുമ്പോഴും ക്ലാസ്സിലൊക്കെ പറയണം. അതാണ്, അത് പലരും അത് എടുത്തു പറയുന്നില്ല, വലിയൊരു ഇതാണ്. അപ്പൊ അവിടെയാണ് പിന്നെ പ്രസിദ്ധമായ വാലുവൻ ജാതിഭേദം മതദ്വേഷം. അത് ഞാൻ പറയുന്നില്ല. ഈ ജാതിഭേദം മതദ്വേഷം എന്ന് പറയുമ്പോൾ ഈ പാട്ട് ആദ്യമായിട്ട് പാടിയ നമ്മുടെ വലിയ ഗാനഗന്ധർവനുണ്ട്, ആരാണ്? യേശുദാസ്. യേശുദാസിന്റെ ഒരു പൂർവ്വചരിത്രമുണ്ട്. പുള്ളി മട്ടാഞ്ചേരിയിലാണല്ലോ, ഫോർട്ട് കൊച്ചിയിലാണ് പുള്ളി. അഗസ്ത്യൻ ഇതിന്റെ എൻ്റെ അച്ഛനാണ് സുഹൃത്തുക്കാരൻ. അപ്പൊ ഇദ്ദേഹത്തിന് ഒരിക്കൽ
തിരുവനന്തപുരം ആകാശവാണിയുണ്ട്. അവിടുത്തെ സൗണ്ട് ടെസ്റ്റിന് റേഡിയോയിൽ ഇയാളെ പറ്റുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാനായിട്ട് ടെസ്റ്റിന് വിളിച്ച് അതിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അധികൃതർ പറഞ്ഞു, നിങ്ങളുടെ ശബ്ദം തീരെ മോശമാണ്, അതുകൊണ്ട് ഇവിടെ പറ്റത്തില്ലെന്നും പറഞ്ഞ് തിരിച്ചയച്ചു. ഈ യേശുദാസ് അന്ന് വന്നത് തന്നെ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാന്ന് സുഹൃത്തുക്കളോടോ ആരോടോ ഒക്കെ പണം വാങ്ങിച്ചോട് വന്ന് അങ്ങനെ നിരാശനായി തിരിച്ചു. ഈ യേശുദാസ് ആദ്യം പാടിയ പാട്ട് ഏതാണെന്നറിയാമോ? എന്താണ്? ജാതിഭേദം. അങ്ങനെ ഇപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അനശ്വര ഗായകനായിട്ട് മാറിയത് ഗുരുവായിട്ട് ബന്ധമില്ല. ഇതെല്ലാം നിങ്ങൾ ഈശ്വരീയമായിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ വെച്ചാണ് നിങ്ങൾക്കറിയാം അർദ്ധനാരീശ്വര സ്തവം ചൊല്ലിയിട്ട് സമയം പറയുന്ന സ്ഥലത്തിൽ നേരത്തെ പറയുന്നത് മഴ പെയ്ച്ച് അവിടെ വലിയ വറുതി ഉണ്ടായപ്പം പശുക്കളെല്ലാം നെയ്യാതെ തന്നെ പറ്റി വെള്ളം പൂജയ്ക്ക് പോലും വെള്ളമില്ലാതെ വന്നപ്പോൾ ഒരുപാട് ഭക്തന്മാർ ഓടി അവിടെ വന്ന് ഗുരുവിനോട് പറഞ്ഞു, ഇങ്ങനെ മഹാഗുരുവിനാണ് നമുക്ക് വലിയ പ്രയാസമാണ്, നമുക്ക് ഇതിന് പരിഹാരം കാണണം. അപ്പം ഗുരു തിരിച്ചങ്ങോട്ട് ചോദിച്ചു. അപ്പം ഗുരു അങ്ങനെ യോഗം എടുത്തെടുത്തെടുത്തു, അതിന് നാം എന്ത് ചെയ്യണം? അപ്പോൾ അവർ പറഞ്ഞു, മഹാഗുരു വിചാരിച്ചാൽ മഴ പെയ്യും, നാം വിചാരിച്ചാൽ മഴ പെയ്യുമോ? അപ്പോൾ അവരെടുത്ത് ഉറപ്പിച്ചു പറഞ്ഞ മഹാഗുരു വിചാരിച്ചാൽ മഴ പെയ്യും. 3 തവണ ചോദിച്ചു, 3 തവണ. എന്നിട്ടൊരു കുസൃതി ചോദ്യം കൂടെ ചോദിച്ചു, പിന്നെന്താ നിങ്ങൾ കുട കൊണ്ടുവരാനെന്ന് ചോദിച്ചു. മഴ പെയ്യുമെന്ന് ഇത്ര ഉറപ്പാണെങ്കിൽ എന്തുകൊണ്ടാണ് കുട പെയ്യുക? അവിടെ ഇരുന്നാണ് അർദ്ധനാരീശ്വര സ്തവം. അപ്പൊ ബുക്കുകളിലെല്ലാം കിട്ടും, നിങ്ങൾ പഠിക്കാൻ. അപ്പൊ എന്തുവാണെന്നറിയോ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്? ശിവന്റെ, ഗുരു വലിയ ശിവഭക്തനും കൂടെ ആയിരുന്നല്ല, ശിവനെയാണല്ലോ ഏറ്റവും കൂടുതൽ ഇവിടെയും ശിവനെയാണ് വളരെ. ശിവന്റെ മൗലിയിൽ ഗംഗ ഇരിക്കുകയാണ്. ഗംഗയെ പ്രാർത്ഥിച്ച് വെള്ളം കൊണ്ടുവന്നതായിട്ടാണ്. എന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ നല്ല മഴ പെയ്തു. അപ്പൊ സാക്ഷാൽ ഈശ്വരനാണോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? അപ്പം ഇതാണ് അവിടുത്തെ. ഞാൻ അങ്ങനെ വേറെ പറയുന്നില്ല. അവിടുന്ന് കഴിഞ്ഞാണ് അരിയോപ്പുറത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാണ് ഗുരു ലോകസംഗ്രഹത്തിനായിട്ട് ഇറങ്ങിയത്. അങ്ങനെയാണ് അരിയോപ്പുറത്ത് തന്നെ. എല്ലാവരും അരിയോപ്പുറത്ത് പോകാത്തതുണ്ടാവും. പോയില്ലെങ്കിൽ നിങ്ങൾ ഒരു യാത്രയെങ്കിലും വഹിക്കണം. കാരണം ഇത്രയും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മത്സ്യമല്ലേലുമായി പോകേണ്ടതാണ്. അരിയപ്പുറത്ത് വെച്ച് തന്നെ സ്വാമിന്റെ ചവിട്ടി വെച്ചാണ് മഹത്തായ ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ സംഘടനയായി മാറിയ SNDPക്ക് ഗുരു രൂപം കൊടുത്തു. ഗുരു അതിൻ്റെ ആജീവനാനന്ദ പ്രസിഡന്റായി, കുമാരനാശാൻ സെക്രട്ടറിയായിരുന്നു, ഡോക്ടർ പൽപു വൈസ് പ്രസിഡന്റാണ്. അങ്ങനെയാണ് കേരളത്തിലെ അനേകം പ്രതിഷ്ഠകൾ നടത്തിയത്. ഗുരു തന്നെ 36 പ്രതിഷ്ഠകൾ സ്വന്തം തൃക്കൈ കൊണ്ട് പ്രതിഷ്ഠിച്ചു. ഞാനും ശിശുപാലൻ സാറും സാറിൻ്റെ മിസ്സീസും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ ഗുരു പ്രതിഷ്ഠിച്ച സങ്കേതത്തിലേക്ക്, ക്ഷേത്രങ്ങളിലേക്ക് കണ്ണൂർ വരെ ഒരു യാത്ര നടത്തി. അതൊരു വലിയ അനുഭവമായിരുന്നു. ഞാൻ പണ്ട് പോയിട്ടുള്ളതാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ചു പോവുകയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. സുന്ദരേശ്വര ക്ഷേത്രം, ഒരുപാട് കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രം, ഒരുപാട് ക്ഷേത്രങ്ങൾ, കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം, ഒരുപാട് ക്ഷേത്രങ്ങൾ ഗുരു സന്ദർശിച്ച. ബാക്കി ഒത്തിരിയൊക്കെ മറ്റേ ശിഷ്യന്മാർക്കുണ്ട്. ഞാൻ പറഞ്ഞ എൻ്റെ സ്ഥലത്ത് തന്നെ സുബ്രഹ്മണ്യ എന്നെ പ്രതിഷ്ഠിച്ചത് ഷൺമുഖദാസ് സ്വാമികളാണ്. അപ്പൊ കരുതാപ്പള്ളി എൻ്റെ സ്ഥലത്ത് വന്നപ്പോൾ ഒരു സംഭവം കൂടെ ഉണ്ടായി. അടുത്ത് ഒരു വലിയ നായർ തടവാറുണ്ട്. പന്നിശ്ശേരി നാണമുള്ള വലിയ ആട്ടക്കഥ വിദഗ്ധന്മാർ കേരളത്തിൽ തന്നെ. ആട്ടക്കഥ ഇതിൽ ഏറ്റവും പ്രധാനിയായ ആളാണ്. ഗുരു നമ്മുടെ അവിടത്ത് വന്നിട്ട് നമ്മുടെ വീട്ടിൽ കൂടെ വന്ന് ഇവിടത്തേക്ക് പോവുകയായിരുന്നു, പന്നിശ്ശേരി നാണമുള്ള. അപ്പൊ ഗുരു പരിവാരങ്ങളും ശിഷ്യന്മാരും എല്ലാം കൂടെ വീട്ടിലേക്ക് ചെന്ന് വീടെത്താറായപ്പം നാണുള്ള വന്നുത്തരിയോ ഒക്കെ എടുത്ത്
പുള്ളി വലിയ തർക്കശാസ്ത്രമൊക്കെ അറിയാവുന്ന ആളാണ്, എല്ലാവരോടും തർക്കിക്കും. ശ്രീനാരായണ ഗുരുവിനോട് തർക്കിച്ച രക്ഷയില്ലെന്ന് ഉറപ്പിച്ച് അന്ന് തർക്കമൊന്നും നടത്തിയില്ല. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഗുരുവിനോട്, പല ജീവചരിത്രത്തിലും ഉള്ളതാണ്, മുട്ടല്ലേ ഗുരു എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു തിരിച്ചു പറഞ്ഞു, ഒരിക്കലും മുട്ടത്തില്ല നാണുപിള്ള എന്ന് പറഞ്ഞു. അതിന് രണ്ടർത്ഥമാണ്. ഒന്നിപ്പോ തല മുട്ടത്തില്ല, മാത്രമല്ല ഈ ഭവനം ഒരിക്കലും ഈ ഭവനത്തിന് മുട്ടുവരുത്തില്ല. അപ്പൊ ആ ഭവനത്തിന് വലിയ അതിനടുത്ത് തന്നെ ചട്ടമ്പിസ്വാമിയുടെ ബന്ധുവുണ്ട്. ഇവർ തമ്മിൽ സതീർത്ഥന്മാരായിരുന്നു, ഒരുപാട് ചരിത്രമുണ്ട്. ഈ ചട്ടമ്പിസ്വാമിയെ തന്നെ നമ്മുടെ കരുനാഗപ്പള്ളിക്ക് അടുത്തുള്ള പന്മന ആശ്രമത്തിലാണ് അദ്ദേഹത്തിന്റെ സമാധിയെല്ലാം നടന്നത്. ഗുരു അദ്ദേഹത്തിനെ സന്ദർശിക്കുന്നതാണ്. കുമ്പള ശങ്കുപിള്ള എന്ന് പറയുന്ന പഴയകാല നേതാവാണ്, അവിടെയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട്. അപ്പൊ ഈ അരിയപ്പുറത്ത്, ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല, അരിയപ്പുറത്തു നിന്നാണ് ഗുരു SNDP ഒക്കെ സ്ഥാപിച്ചിട്ട് പിന്നെ 1904 ശിവഗിരിയിലേക്ക് പോകും. അപ്പം അവിടെ അങ്ങനെ ശിവഗിരി അറിയാമല്ലോ, ഏറ്റവും ലോകപ്രസിദ്ധമായി. അപ്പൊ അവിടെ വെച്ചുള്ള ഒരു കഥ ഞാൻ ഈയിടെ 1-2 മീറ്റിംഗ് ശിവാനന്ദ സാറുള്ളപ്പോഴൊക്കെ പറഞ്ഞതാണ്. അപ്പൊ അവിടുത്തെ ഹൈസ്കൂൾ ഉണ്ടല്ലോ, ഹൈസ്കൂളിന്റെ പണി ഈ ഗുരു ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുക. കോളേജല്ല, കോളേജ് പിന്നെ ആവശ്യങ്ങളുള്ളപ്പം കൊടുത്ത കോളേജാണ്. ഒരിക്കലും ഇവിടെ വന്നപ്പോ അപ്പൊ അവിടെ ഗുരുവിന്റെ വലിയൊരു ഭക്തൻ ഇടയ്ക്കിടയ്ക്ക് വരും. അദ്ദേഹത്തിന്റെ പേര് അയ്യൻ കേശവൻ എന്നാണ്. അന്ന് ശാരദാമഠത്തിന്റെ പണിക്ക് തന്നെ 1000 രൂപ എടുത്ത് ആദ്യമേ കൊടുത്തു. ഈ അയ്യൻ കേശവൻ അത്ര സമ്പന്നനാണ്. കൊല്ലക്കാർക്കറിയാം, കൊല്ലക്കാരുണ്ട് അവിടെ മൺട്രോത്തുരുത്ത്, റോഹാനിത്തുരുത്തൊക്കെ സ്വന്തമായിട്ടായിരുന്നു. കയർ വ്യവസായത്തിന്റെ ലോക ഇതിന്റെ തന്നെ വലിയ മഹാകോടീശ്വരനാണ്. അപ്പൊ ഒരു ദിവസം സ്വാമിയെ കാണാൻ വന്നപ്പം മഹാഗുരു ഈ സ്കൂളിന്റെ പണി കഴിഞ്ഞ് അവിടെ വന്ന് കസേരയിരിക്കുകയാണ്. അപ്പം ഈ അയ്യൻ കേശവൻ പാദത്തിൽ ഇങ്ങനെ തൊട്ടിട്ട് തൊഴുതിട്ട് നോക്കിയപ്പം രക്തം പൊടിഞ്ഞു. അപ്പൊ എന്താണ്, ഗുരു കഴിയുന്നതും ഈ ചെരുപ്പൊന്നും ഉപയോഗിക്കരുത്, നടന്നേ വരും. കല്ലിന്റെ കൂർത്ത കല്ല് കൊണ്ട് കാലിൽ മുറിഞ്ഞതാണ്. അപ്പൊ ഈ അയ്യൻ കേശവന് മഹാസങ്കടമായി. അപ്പൊ പെട്ടെന്ന് അയ്യൻ കേശവൻ പറഞ്ഞ, ഞാൻ ഗുരുവെ, ഞാൻ ഒരു വാഹനം വാങ്ങിക്കാൻ തീരുമാനിച്ചു, ഗുരുവിനെ സമർപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഗുരു ചോദിച്ചു, നമുക്ക് വാഹനം? അതെ ഗുരു, വാഹനം. അപ്പം അന്ന് കാറ് വന്നില്ല, പിന്നാണ് നന്തങ്കോടി ജനാർദ്ദൻ ഓടിക്കുന്ന കാറും ഒക്കെ വന്ന്. അന്ന് 2 കാറുകളുള്ള ഈ ആദ്യകാല സമയത്ത് തിരുവിതാംകൂറിൽ തന്നെ 2 കാറ്. ഒന്ന് തിരുവിതാംകൂർ മഹാരാജ, ഒന്ന് മറ്റേ ആലുംമൂട്ടിൽ ചാന്നാരൻ. ആലുംമൂട്ടിൽ ചാന്നാരുടെ ഒരു കഥയുണ്ട് ശിവഗിരി. ഇതെല്ലാം അത്ഭുത കഥകളാണ്. പുള്ളിയാണ് ഏറ്റവും വലിയ ആഢ്യൻ. അന്ന് 2 കാറ് കേരളത്തിലുള്ള ഒന്നയാളാകുമ്പോൾ പിന്നെ പറയുന്നത്. അപ്പൊ അയാളുടെ മകൾ കലശലായ അസുഖം, എത്ര ചികിത്സ നടത്തിയിട്ടും മാറുന്നില്ല. അപ്പൊ ഈ കഥയുടെ കൂടെ വേറൊരു കഥ പറയാൻ പറയുക. അപ്പൊ ഈ കൊച്ചിനെയും കൊണ്ട്, അത് 10-11 വയസ്സേ ഉള്ളൂ, ആലുംകുട്ടി ചാന്നാല് ശിവഗിരി വന്നു. അപ്പൊ ഗുരുവിന്റെ അടുത്ത് ചെന്ന് നമസ്കരിച്ച് ഇതെല്ലാം കാര്യമൊക്കെ പറഞ്ഞു. ഗുരു വേറൊന്നും ചെയ്തില്ല, ഒരു പഴം എടുത്ത് ഇങ്ങനെ കൊടുത്ത് കഴിക്കാൻ പറഞ്ഞു. അത് കഴിച്ചു. മഹാ അത്ഭുതം, ഈ കൊച്ചിന്റെ അസുഖം മാറും. അപ്പം അതാണ്, അതിന്റെ സന്തോഷത്തിലാണ് അവിടുന്ന് ഒരു വലിയൊരു കെട്ടിടവും സ്ഥലവും കൂടെ ഈ ആലുംകുട്ടി ചാന്നാല് ഗുരുവിന്റെ പേർക്ക് എഴുതി കൊടുത്തു. ആ കെട്ടിടം ഇപ്പോഴും ഉണ്ട്. ആ കെട്ടിടത്തിലാണ് മഹാത്മാഗാന്ധി ശിവഗിരി വന്ന ചരിത്ര പ്രസിദ്ധമായ സംഭാഷണം. മഹാത്മാഗാന്ധിയുടെ മനസ്സിലുള്ള അദ്ദേഹത്തിന് ഈ ചാതുർവർണ്ണയത്തെ കുറിച്ച് ഇതുണ്ടാകും. അതിൻ്റെ ഒരുപാട് വിശദീകരിക്കണേ ഒരുപാട് സമയം പോകും. ആ വിശ്വാസം മാറ്റിയത് ഗുരുവായിട്ടുള്ള സംഭാഷണമാണ്. അതറിയാലോ, ഒരു പോയിന്റ് ഞാൻ പറയാം. ഗുരു മാവില നോക്കിയിട്ട് പറഞ്ഞ അറിയാമല്ലോ. അല്ല, ഗാന്ധി പറഞ്ഞ ഇതിൽ തന്നെ വലിപ്പ ചെറുപ്പമുണ്ട്, മാറാലെയുള്ള ചെറുതുണ്ട്, വലിപ്പമുണ്ട്. അതുകൊണ്ട് ഗുരു
ഇത് പ്രകൃതി നിയമമല്ലേ? വലിപ്പവും സ്വല്പവും കൊച്ചാളും വലിയ ആളും കൂടിയ ജാതി ബ്രാഹ്മണനും താഴെ. അന്നേരമാണ് പ്രസിദ്ധമായ മറുപടി ശ്രീനാരായണ ഗുരു ഗാന്ധിജിക്ക് കൊടുത്ത ചരിത്ര പ്രസിദ്ധമാണ്. അത് മഹാത്മാവ് അതിൻ്റെ ഏത് ഇലയെടുത്താലും, കൊടിയ ഇലയെടുത്താലും ചെറിയ എടുത്താലും കളിരില എടുത്താലും അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ സ്വാദ് നോക്കാമെങ്കിലാണ് ഒരേ ഒരു രസമാണ്. പിന്നെ മഹാത്മാഗാന്ധിക്ക് ഉത്തരം പറ്റി അദ്ദേഹത്തിൻ്റെ ഇത് തന്നെ മാറ്റി. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അജണ്ടായി അയിത്തം ഒരു ഇതായിട്ട് ഇതിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ടി.കെ. മാധവൻ അറിയാലോ, SNDP യോഗം വലിയ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം 42 വയസ്സ് വരെ ജീവിച്ചത്. അദ്ദേഹമാണ് അതിശക്തമായിട്ടൊരു കൊടുങ്കാറ്റ് പോലെ ഈ SNDP യോഗം പടുത്തുയർത്തി വളർത്തിയത്. അദ്ദേഹം ടി.കെ. മാധവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്നെ സമ്മേളനത്തിൽ പോയിട്ട് ഈ അയിത്ത ഉച്ചാടനത്തിന്റെ പ്രമേയം അവതരിപ്പിച്ച് ഗാന്ധിജി ഉൾപ്പെടെ അത് അംഗീകരിച്ചതിന് ശേഷമാണ്. അപ്പോൾ ഇതെല്ലാം വളരെ ചരിത്ര പ്രസിദ്ധമാണ്. ഞാൻ അയ്യങ്കേശവന്റെ ചരിത്രം പറഞ്ഞപ്പോഴാണ് വന്നത്. അപ്പോൾ അങ്ങനെ അയ്യങ്കേശവൻ പറഞ്ഞ് ഞാൻ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു രക്ഷയാണ്. ഈ രക്ഷ എവിടെ ഉണ്ടെന്ന് അറിയാം, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. ശിവഗിരി വൈദിക മഠത്തിന്റെ തൊട്ട് ചേർന്ന് തന്നെ രക്ഷ എപ്പോഴും പിന്നെ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വളരെ ഭക്തി പരിപാടി ഈ അയ്യങ്കേശവൻ വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പൊ ഗുരു ആദ്യം അത് ഒബ്ജക്റ്റ് ചെയ്ത് ഞാൻ രക്ഷയാണ് വാങ്ങിച്ച് സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഗുരു പറഞ്ഞു, നാം മൃഗങ്ങൾ വലിക്കുന്ന ഒരു വാഹനത്തിലും. അപ്പം അയ്യങ്കേശവൻ പറഞ്ഞു, ഞങ്ങൾ ഭക്തരായ ഞങ്ങൾ തന്നെ വലിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കാണ് ഇപ്പോഴും ഇതിന്റെ 20-ാം തീയതി ഗുരു ജയന്തിയല്ലേ, അന്നത് വലിയ ആഘോഷപൂർവ്വം ശിവഗിരിയിലെ മീറ്റിങ്ങിന് പോയി വലിയ ഘോഷയാത്രയൊക്കെ നടത്തിക്കൊണ്ടുവന്ന ഇതാണ്. ഈ അയ്യങ്കേശവന് പിന്നെ ഒരു പ്രശ്നമുണ്ട്, അതോടെ ഞാൻ പറയാം. അത് ഒരുപാട് വെളിയിൽ വന്ന കാര്യമില്ല. ഒരു ദിവസം ഇങ്ങനെ ഒരുപാട് പേര് കൂടിയിരുന്നപ്പം വലിയ ആഘോഷപൂർവ്വമാണ്. പുള്ളിക്ക് എക്സ്പോർട്ടിംഗ് കമ്പനി ഉള്ളത് ഇംഗ്ലണ്ടിലോട്ട് അറിയിച്ച്. അപ്പോൾ അവിടെ ഏറ്റവും നല്ല റിക്ഷ ഇല്ല, അവർ പറഞ്ഞ് ജപ്പാൻ. അങ്ങനെ ജപ്പാനിൽ അറിയിച്ചു. അവിടുന്ന് വലിയ ആഘോഷപൂർവ്വമാണ് എറണാകുളത്ത് കൊണ്ടുവന്ന് വള്ളത്തിൽ അലങ്കരിച്ച് വലിയ സ്വീകരണമൊക്കെ ആയിട്ട് തിരി വന്നത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ അയ്യങ്കേശവൻ ശിവഗിരി വന്നപ്പം വളരെ പെട്ടെന്ന് സ്വാമിമാരോട് പറഞ്ഞ്, ഈ അയ്യങ്കേശവന് നിങ്ങൾ എല്ലാ മാസവും 1 രൂപ അയച്ചു കൊടുക്കണം. അപ്പൊ എല്ലാവർക്കും അതിശയായി. വലിയ മഹാസമ്പന്നൻ. ഈ മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയെ പറയുന്നുണ്ട്. പ്രാക്കുളം സ്കൂളില് അവിടുത്തെ സന്ദർശനം ഒത്തിരി കഥകളുണ്ട്. ആ കഥകളെല്ലാം അങ്ങനെ പറഞ്ഞു. അപ്പം അവിടെ സന്ദർശിച്ചപ്പോൾ പ്രാക്കുളത്തെ ഹൈസ്കൂള് പണിയുന്നതിന് തന്നെ പുള്ളി പിന്നെ എത്രയാണ് 1,00,000 രൂപ 1000 രൂപ 1000 രൂപ എന്നത് ലക്ഷക്കണക്കിനുള്ള 1000 രൂപ സംഭാവന ചെയ്യാം. നേരത്തെ പറഞ്ഞില്ല ശാരദാമഠത്തിനോട്. അപ്പം അത് മന്നത്തിന്റെ ആത്മകഥയിലെ സംഭവം പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള അയ്യങ്കേശവന് 1 രൂപ വീതം 1 രൂപ വലിയ തുകയാണ് അയച്ചു കൊടുക്കാൻ. എന്താണ് എല്ലാ സന്യാസിമാർക്കും അത്ഭുതം. അപ്പൊ കാലമെല്ലാം ഒരുപാട് മുമ്പോട്ട് പോയി. അപ്പൊ തിരുവിതാംകൂറിലൊരു സംഭവം ഉണ്ടായി. മനോരമ പത്രം മറ്റേ ഇവിടുത്തെ സർ CP ദിവാനെതിരെ ലേഖനവും എഡിറ്റോറിയലൊക്കെ എഴുതി. അപ്പൊ അതിൽ കുപിതനായ ഈ ദിവാൻ പോലീസ് ഓഫീസർമാരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഈ മനോരമയെ തകർക്കാൻ എന്താണ് പദ്ധതി, അരമണിക്കൂറിനകത്ത് നിർദ്ദേശം പറയണമെന്ന് പറഞ്ഞു. എല്ലാവർക്കും പേടിയാണല്ലോ, അറിയാമല്ലോ CP. അപ്പോൾ ഒരു പോലീസ് ഓഫീസർ എണീച്ച് പറഞ്ഞാൽ ഞാൻ അതിന് പരിഹാരം പറയാം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, അത് കൊയിലോൺ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക് ഉണ്ട്. ആ ബാങ്ക് തകർത്താൽ മനോരമ തകരുമെന്ന് പറഞ്ഞു. അപ്പൊ ഉത്തരവിട്ട് CPയുടെ ഉത്തരവ്, ഇന്ന് രാത്രി തന്നെ അത് റെയ്ഡ് ചെയ്ത് കൂട്ടാൻ പറഞ്ഞു. മനോരമയുടെ സമ്പത്തെല്ലാം അതിലായിരുന്നു. അപ്പൊ നമുക്ക് അതല്ല പ്രശ്നം. ഈ ബാങ്കിലാണ് അയ്യങ്കേശവന്റെ സമ്പൂർണ്ണ നിക്ഷേപം. ഇങ്ങനെ ഒരു ഓർത്തില്ല.
അപ്പൊ ഈ റെഡി ചെയ്ത് പൂട്ടിയപ്പം അയ്യൻ കേശവന്റെ മുഴുവൻ ഇതാണ് സമ്പാദ്യം പോയി, എക്സ്പോർട്ട് പോയി, എല്ലാം പോയി. അദ്ദേഹം വീട്ടിലെ വേറെ നിർവാഹമില്ലാതെ വന്നു. അപ്പോൾ ഗുരുവിന്റെ മഹാസമാധി 1928 കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് ഈ സംഭവം വരുന്നത്. 40 കഴിഞ്ഞാണ്, 1940 കഴിഞ്ഞാണ്. അപ്പം ഈ സമയത്തും 1 രൂപ വീതം അയച്ച്. അപ്പൊ ആ ഗുരുവിന്റെ ദീർഘദൃഷ്ടി ആലോചിച്ച് നോക്കാം. ഗുരു സമാധിയായി പിന്നെ 10-15 കൊല്ലം കഴിഞ്ഞാണ് ഇയാള് ദാരിദ്ര്യത്തിലായപ്പോൾ ഇയാളും ഭാര്യയും മാത്രമേ ഉള്ളൂ. ഈ 1 രൂപ കൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നവരെ ജീവിച്ചത്. അപ്പോൾ എന്തുമാത്രം ദീർഘദൃഷ്ടി! ഇതിനേക്കാൾ വലിയൊരു ഉദാഹരണം പറയാനില്ല. അപ്പോൾ അതിന് ശേഷം നമുക്കറിയാം മഹാസമാധി മന്ദിരം പണിഞ്ഞു. അതാണ് ലോകപ്രസിദ്ധമായി ശിവഗിരി മാറാനുള്ള അത് നമുക്കറിയാം. MP മുത്തേടത്ത് എന്ന് പറയുന്ന അദ്ദേഹം ആണ് ഇത് പണിത് കൊടുത്തത്. അദ്ദേഹത്തിന്റെ സ്വന്തം പണം കൊണ്ടാണ്. അത് മണികർണിക എന്ന് പറയുന്ന പശുപതനാഥരായ അദ്ദേഹമാണ് ഇതിന്റെ ശില്പി. അദ്ദേഹത്തിന് തന്നെ ഒത്തിരി അനുഭവം ഉണ്ടായി. അദ്ദേഹത്തിന് ഈ ഗുരുവിന്റെ വിഗ്രഹം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ട് പറ്റിയില്ല. അവസാനം അദ്ദേഹം നിരാഹാരം ആരംഭിച്ച് പൂജകളും ഒക്കെ നടത്തി ഗുരു ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടാണ് ഇവിടുന്ന് നിജാനന്ദ സ്വാമി എന്നിട്ട് അത് പിന്നെ പൂർത്തിയാക്കി തിരിച്ചുകൊണ്ട് പശുപതിനാഥരായ എന്ന് പറഞ്ഞാൽ തിരിച്ചുകൊണ്ട് അതാണ് ശിവഗിരി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പൊ ഈ MP മുത്തേടത്തിന്റെ തന്നെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. നമുക്കറിയാലോ MP മുത്തേടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനുമൊക്കെ വലിയ റെയിൽവേ കോൺട്രാക്ടർമാരാണ്. അപ്പൊ ഗുരു അദ്വൈതാശ്രമം ആലുവായി ചെല്ലുമ്പോൾ അദ്ദേഹം ഷൊർണൂരാണ് ഇവരുടെ വീട്. ഇവര് വന്ന് ഈ MP മുത്തേടത്തിൽ ചെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നത്. അപ്പൊ ഗുരു ചോദിക്കും പാറയിൽ, അദ്ദേഹത്തിന്റെ അച്ഛനെ വിളിക്കുന്ന പാറയിലാണ്, വലിയ സമ്പന്നനാണ്. അപ്പൊ ഒരു ദിവസം ഈ MP മുത്തേടത്ത് വെറ്റയ്ക്കകത്ത് കുറച്ച് നാണയങ്ങൾ കൊണ്ടുവന്ന് ഗുരുവിന് സമർപ്പിച്ച് ഗുരു കയ്യിൽ വാങ്ങിച്ചു. ഒരു 5 നാണയം ആണ്. ഗുരു അത് കയ്യിൽ വാങ്ങിച്ചിട്ട് 3 നാണയം തിരിച്ചു കൊടുത്തു. അതിലേക്ക് ഗുരു ഒരു അനുഗ്രഹം പോലെ പറഞ്ഞു, എനിക്കുള്ളത് നിനക്കും, നിനക്കുള്ളത് എനിക്കും. ഗുരു വളരെ ചുരുക്കിയല്ല പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനുശേഷം അദ്ദേഹത്തിന് പണം അടിച്ച് കുടിഞ്ഞാണ്, കോടാനുകോടി രൂപ. അപ്പൊ ഗുരുവിന് ദീർഘദൃഷ്ടിയുണ്ട്. ഇയാളായിരിക്കും ശിവഗിരിയിൽ ഇനി സ്വന്തമായിട്ട് പണിയുന്നുള്ള. അപ്പൊ ആ ഒരു സമ്പത്ത് അങ്ങോട്ട് പോയി ഗുരുവിന് വന്ന വലിയൊരു ദീർഘദൃഷ്ടിയോട് കൂടി കണ്ടു. വലിയൊരു മഹാസംഭവമാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവ കഥകളുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് ഈ സംഭവകൾ ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. അത് അരിവുപ്പുറത്തുള്ളയാണ്. അപ്പൊ ഞാൻ വ്യക്തിത്വ വികസനത്തിന് കുട്ടികളെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് ഇതില് ഗുരുവിന്റെ ഇതിലൊക്കെ പറഞ്ഞ കുട്ടികൾ ആരും വരത്തില്ല, അവരാണ് വരേണ്ടത്. എല്ലാം കേൾക്കേണ്ട മക്കളാണ്, വരത്തില്ല. വളരെ പ്രയാസമാണ്. വളരെ കഷ്ടിച്ച് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. 1-2 ചെറുപ്പക്കാരും മോളെ മോനെയൊക്കെ ചതിരി കൊടുക്കുകയും അവസരം വളരെ നിർബന്ധിച്ചു. അപ്പം അവിടെ ഒരു സംഭവം നമ്മുടെ അത് കുട്ടികൾക്ക് നല്ലതാണ്. ഈ തമിഴ്നാട്ടിലുള്ള ഒരു സ്ത്രീ, അവർക്ക് ചൊവ്വ കണ്ണ് കാണാത്തില്ല. അപ്പോൾ അവർക്ക് ഒരുപാട് ചികിത്സ നടത്തി, ബന്ധുക്കളും എല്ലാം ഒരുപാട് ചികിത്സ നടത്തിയപ്പോൾ അത് മാറുന്നില്ല. അപ്പോൾ ആരോ നമ്മുടെ ബോർഡറിലുള്ള എരണിയൽ എന്ന് പറയുന്ന സ്ഥലം, ആ സ്ത്രീ ആരോ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ അരിയപ്പുറത്ത് ഒരു വലിയ ദിവ്യനായ സ്വാമിയുണ്ട്, നിങ്ങൾക്ക് വേറെ ഒരു മാർഗവും ഇല്ലെങ്കിൽ ആ സ്വാമിയെ പോയി കാണാൻ. അങ്ങനെ ഈ സ്ത്രീയെ കൊണ്ട് അരിയപ്പുറത്ത് വന്നു. അരിപ്പുറത്ത് വന്നപ്പം മഹാഗുരു അവിടെ ഇല്ല. ഗുരു എപ്പോഴും യാത്ര പോകുമല്ലോ. അപ്പൊ സ്വാമിമാര് പറഞ്ഞു, നിങ്ങൾ ഇത്രയും പ്രയാസപ്പെട്ട് വന്ന് ഇവിടെ താമസിക്കുന്നതല്ലേ, ഗുരു വരാൻ ചിലപ്പോൾ താമസിക്കും. ഇവിടെ ഗുരുവിന്റെ വലിയൊരു ചിത്രം ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് പറയാനുള്ളത് ഗുരുവിനോട് നേരിട്ട് പറയണമെന്നില്ല, ഈ ചിത്രത്തിന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എവര് ചെന്ന് ഈ
പടത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ അന്ന് രാത്രി അവർക്ക് വലിയൊരു അനുഭവം ഉണ്ടായി. ഏതോ ഒരു സ്വാമി വന്ന് അവർക്കറിയൂടെ, അവരുടെ കണ്ണിങ്ങനെ ബലമായിട്ട് ഇങ്ങനെ പുഴകളെ വെച്ച് അവർക്ക് ആഴ്ച രാത്രി തന്നെ വന്ന് രാവിലെ അവർ എണീച്ച് തുള്ളിച്ചാടാൻ തുടങ്ങി. എനിക്ക് കാഴ്ച കിട്ടിയടിച്ചു. അപ്പൊ സ്വാമിമാരെല്ലാം കൂടെ ഓടി വന്ന ഇത് ഏത് സ്വാമി? അപ്പൊ അവര് ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു. സ്വാമിമാരെല്ലാം കൂടെ ഉള്ള ഒരു പടം ഉണ്ടായിരുന്നു, അത് കൊണ്ടുവന്ന് കാണിച്ചു. ഇത് ഏത് സ്വാമി, ഏത് സ്വാമി? അത് ഗുരുവിനെ അവരിങ്ങനെ തൊട്ട് കാണിച്ചിട്ട് ഇത് വന്ന ഈ സ്വാമിയാണ്. അപ്പൊ ഇവിടെ എന്താണ് ഉണ്ടായത്? ഗുരുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. കാണാതുള്ള പ്രാർത്ഥന ഫോട്ടോയിൽ വെച്ച് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ കുട്ടികളോട് പറയും, നിങ്ങള് ഇപ്പൊ കോലത്തുകര അല്ലെങ്കിൽ അരിയപ്പുറത്തോ ചെമ്പഴന്തിയിലോ ഒക്കെ പോവാൻ മടിയുള്ളവരാണ് മരുത്തുവാനയില്, നിങ്ങൾ ഒരു ഫോട്ടോ വാങ്ങിച്ച് വീട്ടിൽ വെച്ച്, വലിയ ഇതൊന്നും ഇല്ല, അതിൻ്റെ ഒരു വിളക്ക് കത്തില്ല, എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒരുപാട് പ്രാർത്ഥനയില്ല. കുട്ടികൾക്ക് അതിശക്തമായ അവിടെ തന്നെ ഗുരുവിനെ നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടുത്തെ ഹോമമന്ത്രം ചൊല്ലുക. അതിത്തിരി കടുത്ത ഒരിതാണ്. അത് ഗുരു അവിടുന്ന് വടക്കേ ഇന്ത്യയിലൊക്കെ വെച്ച് സന്യാസിമാർ വന്നപ്പോൾ പെട്ടെന്ന് പ്രാർത്ഥിക്കാനായിട്ട് എഴുതി കൊടുക്കുക. അവർ നോക്കിയിട്ട് എന്താ പറ്റും, ഇത് പഴയ ഉപനിഷത്തും വേദങ്ങളും അതിലെല്ലാം കാച്ചി കുറിക്കിയ ഒരു. അപ്പൊ അവര് പറഞ്ഞു, ഗുരു ഇതെല്ലാം ഈ വേദങ്ങളുടെയൊക്കെ ഒരു സത്ത ഇതിൽ വരുന്നത്, അത് ഞാനിപ്പൊ നിങ്ങൾക്ക് വേണ്ടി എഴുതിയ. അതാണ് ഇപ്പോഴും അവിടെ ശാരദാമഠത്തിന്റെ അടുത്ത് നമുക്ക് ഹോമമന്ത്രം നടക്കും. അപ്പം അത് ഇപ്പൊ ഗീതാസ്വരാജ് എന്ന് കേട്ടിട്ടുണ്ടോ? ഗീതാസ്വരാജ് ഗുരുവിന്റെ വലിയ പ്രഭാഷകൻ, അവര് ഈ അടുത്ത കാലത്ത് ശിവഗിരിയിലെ പ്രാർത്ഥനയും പറഞ്ഞു. അത് ഇഷ്ടിക വെച്ച് വളരെ ലളിതമായിട്ട് നമുക്ക് ഗുരുവിന്റെ പ്രാർത്ഥനയിൽ ഹോമം ചെയ്യാം. ഇത് ചെല്ലാൻ വളരെ ശക്തമാണ്. ഗുരു ഒരു കാര്യം പറഞ്ഞു, വെളുപ്പിനെ സൂര്യോദയത്തിന് മുമ്പ് ഉണരണം. സൂര്യോദയത്തിന് മുമ്പ് ഉണർന്നില്ലെങ്കിൽ ആ സൂര്യൻ ഉദിക്കുന്ന വരുന്ന ആ വലിയ അതിമനോഹരമായ ആ കാഴ്ച കാണും. ഇത് കുട്ടികളോട് പറയാനുള്ളതാണ്. 8 മണി വരെ കിടന്നവരെ ഇറങ്ങി ചിന്തിക്കുന്ന കുട്ടികളോട് പറയേണ്ടതാണ്. 5 മണിക്ക് മുമ്പ് എണീറ്റില്ലെങ്കിൽ, ഗ്രാമമുഹൂർത്തം എന്ന് പറയും, 3 മണി മേലെ തുടങ്ങും. 3 മണിക്ക് എണീറ്റില്ല, 3:30, 4 മണി, 4:30, 5 മണിക്കൊക്കെ എണീച്ച് ഈ ഗുരുവിന്റെ ഇതൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ഇതൊക്കെ ചെയ്താൽ പഠിക്കുന്നതിന് വലിയ പോസിറ്റീവ് എനർജിയാണ്. അതുപോലെ ഭദ്രകാളി അഷ്ടകം നിങ്ങൾക്കറിയായിരിക്കും, അതൊക്കെ ചെയ്യാൻ മതി. വേറെ ഇഷ്ടദേവതകളെയൊക്കെ പ്രാർത്ഥിച്ചു, അതെല്ലാം ഗുരു എല്ലാം പ്രദർശിച്ചല്ലേ. പിന്നെ മഹാവിഷ്ണുവിനെയോ പരമശിവനെയോ ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് ഒരു തടസ്സമില്ല. കുട്ടികൾക്കും നിങ്ങൾക്കും നമുക്കും നല്ലതാണ്. ഇപ്പൊ മനഃശാസ്ത്രന്മാരെ ഞാൻ അതിൻ്റെ ക്ലാസ് എടുക്കാൻ പറയും. എല്ലാ വീടുകളിലും പ്രശ്നമാണ്. ഇപ്പൊ 2 കാര്യം ചെയ്താൽ തന്നെ വലിയ അതിശയകരമായ മാറ്റം വരും. അതും കൂടെയാണ് നമ്മൾ മനുഷ്യരാണ് വെളിയിലൊക്കെ എല്ലാം തീരുമാനം. അപ്പം ഇത് 2 കാര്യം ചെയ്താൽ മതി. ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. നടക്കുമോ? വേറെ വീടുകളിലൊന്നും നടക്കട്ടെ, പ്രാർത്ഥിക്കുക. 2, തീന്മേശയുടെ ചുറ്റും ഒന്നിച്ചിരുന്ന് ഭക്ഷണം ചെയ്യുക, കഴിക്കുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ, അത്ഭുതാവഹമായ മാറ്റം. പക്ഷെ പിള്ളേരെയൊന്നും ഇരിക്കത്തില്ല, ഇതാണ് ശരി. അപ്പൊ ഇതിന് ഒരുപാട് പരിഹാരങ്ങളുണ്ട്. ഇപ്പൊ വലിയ മൊബൈൽ, ഇപ്പം മദ്യത്തിന് ഞാൻ ആൾ ഇന്ത്യ മദ്യനിരോധന കോർ കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിയാണ്. മദ്യപാനം MDMA എന്ന് പറയുന്ന അതിങ്ങനെ നാട്ടിനകത്ത് ഇട്ടാൽ തന്നെ തലക്കിട്ട് വലിയ മാരകമായ ഇതാണ്. ഇപ്പൊ ചെറുപ്പക്കാരെയൊക്കെ ഈ ലോഡ്ജുകളിലും അവിടെയൊക്കെ വെച്ച് പോലീസ് പിടിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്നൊക്കെ കളത്തിക്കൊണ്ട് വരുന്നതാണ്. ഭയങ്കര അതിമാരകമായ ഇത് വല്ലാത്ത സ്ഥിതിയിലേക്കാണ്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കെല്ലാം വലിയ സ്വാതന്ത്ര്യം, പെട്ടെന്ന് സിറ്റിയിലേക്കുള്ള ഇത്. ഇന്ന് ഞാനും ഇപ്പോൾ സാറും കൂടെ കാറിൽ ഇങ്ങോട്ട് വരുന്നുടനെ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നപ്പോൾ
ഞാൻ ആ സാറിനെ വിളിച്ചു കഴിഞ്ഞത് 2-3 കൊച്ചു പെൺകുട്ടികൾ പോകുന്ന കണ്ടോ നീ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നവർക്ക് ഈ ഞങ്ങൾ വന്ന 5 മണിക്ക് ചെറിയ നിക്കർ ബിക്കിനി ഇട്ട് ഇങ്ങനെ 2-3 പേര് നടന്നു വരും. ഞാൻ സാറിനെ വിളിച്ച് കാണിച്ചത് സാറ് വലിയ പണ്ഡിതനാ. സാർ മറുപടി പറഞ്ഞ എന്താണെന്നറിയാം, നമ്മുടെ പൂർവികന്മാർക്കൊക്കെ ചെറിയ ഒറ്റത്തൂർത്ത് കൊടുത്തോണ്ട് നടക്കേണ്ട കാലമായിരുന്നു. മാറ് പോലും മറയ്ക്കാനൊക്കത്തില്ലായിരുന്നു. അതിന്റെ പുനരാവിഷ്കരണമാണ് സാറ്. അപ്പൊ അന്ന് വസ്ത്രങ്ങളില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു പുതിയ പതിപ്പാണെന്നാണ് സാറിന് മറുപടി പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ എങ്ങും എത്താത്ത വലിയ ഗുരുതരമായ വലിയ പ്രശ്നങ്ങളിലേക്കാണ്. അപ്പൊ ഞാൻ അയ്യപ്പനെല്ലാം പറഞ്ഞു, ഇതിന്റെ ഇത് പറഞ്ഞു. അപ്പൊ ഗുരുവിനെ കുറിച്ച് ഏറ്റവും ദൈവീയമായ പ്രാർത്ഥന എഴുതിയത് ശിവലിംഗദാസ സ്വാമികളാണ്. അറിയാമോ? ഏതാ? പുരുഷക്കം. ഓം ബ്രഹ്മണേ മുക്തിമതേ ശിതാനാം ശ്രുതിദേവതേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരുവേ. ഗുരുവിനെ ദൈവമായിട്ട് സങ്കല്പിച്ച് വേറെ ഒരുപാട് വാരണാസൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും ഫലവത്തായിട്ടുള്ള പ്രാർത്ഥനകൾ. ഒരു ഷക്കം. ഷക്കം എന്ന് പറഞ്ഞാൽ എത്ര? 6 പദ്യമാണ്. അവർ 6 പദ്യമാണ്. ഈ 6 പദ്യം സംസ്കൃതമാണ്. ഗുരു പിന്നെ ഈ ശിവലിംഗദാസ സ്വാമികള് സംസ്കൃതം എല്ലാം പഠിപ്പിച്ച ഗുരു തന്നെയാണ്. ഗുരു ലോകത്തിലെ ഈശ്വരൻ സർവൈശ്വര്യമുള്ള ഇത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ അതിന് ഒരു 6 അതിനൊരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. 6 അഷ്ട ഐശ്വര്യം, വൈരാഗ്യം, ഇങ്ങനെ ഒത്തിരി 6 ഗുണങ്ങളുള്ള ആളാണ്. വൈരാഗ്യം എന്ന് പറയുന്നത് നമ്മൾ ആരോടെങ്കിലും ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടർ വന്ന് കഴുകക്കോട്ടടുത്ത ഒരു വീട്ടിൽ കയറി ഞങ്ങൾ പത്രത്തിൽ കണ്ടുകയാണ് വെടിവെച്ച്. അത് വൈരാഗ്യത്തിന്റെ ഭാഗമല്ല. ആ വൈരാഗ്യമല്ല. ഇതിന്റെ കാര്യകാരണങ്ങളൊക്കെ പറയണമെങ്കിൽ ഒരുപാട് സമയം പോകും. അതുകൊണ്ട് ഞാൻ അതിന്റെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇതെല്ലാം പ്രത്യേക അർത്ഥമുള്ള 6 ഇതുള്ള ഡെഫിനിഷനിൽ 6 ഇത് പറയുന്നു. അതിൻ്റെ കൂടെ അഷ്ട ഐശ്വര്യവും കൂടെ വരുന്ന ആളാണ് ഭഗവാൻ. അത് സ്ത്രീയാണെങ്കിൽ ദേവിയാണെങ്കിൽ ഭഗവതി. അപ്പൊ ഈ ഗുണങ്ങളെല്ലാം ഉള്ള ഭഗങ്ങൾ ഉള്ള ആളുകളാണ് നമ്മൾ ഈശ്വരനായി സങ്കല്പിക്കുന്നത്. അപ്പൊ നമ്മുടെ വേദങ്ങളുണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സനാതന ധർമ്മം. ഈ അടുത്ത കാലത്തൊക്കെ ഭയങ്കരമായ വലിയ വിവാദം ഉണ്ടായതാണ്. സ്റ്റാലിൻ്റെ മകൻ മന്ത്രി അവിടെ നിന്ന് സനാതന ധർമ്മത്തിനെതിരെ ഇന്ത്യ മുഴുവൻ കോളുകളൊക്കെ ഉണ്ടാക്കുകയാണ്. പാർലമെന്റിലും മന്ത്രിയിലും വലിയ കോളുകളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പൊ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അവരിത് ഇതൊക്കെ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രാഷ്ട്രീയവൽക്കരിച്ച് പറയുന്നത്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ വേദങ്ങളാണ്. അപ്പൊ ഇന്ത്യയുടെ ഞാൻ പല മീറ്റിങ്ങുകളിൽ ചെന്ന് ചോദിക്കാം, ഞങ്ങള് ഹിന്ദുക്കൾ ആണല്ലോ, നമ്മൾ ശ്രീനാരായണീയരെല്ലാം ഹിന്ദുക്കൾ വിഭാഗത്തിൽ വരുന്നതാണ്. ജനറൽ പൊതുവെ നോക്കിയാൽ ഏതാണ് നമ്മുടെ ആധികാരികമായ ഗ്രന്ഥമെന്ന് ചോദിക്കും. അപ്പോൾ അവരും മുക്കാരും എല്ലാം പറയുന്നത് ഭഗവത്ഗീതയും പിന്നെ മഹാഭാരതവും രാമായണവും ഒക്കെ. രാമായണത്തെ കുറിച്ച് ഞാൻ നാളെ പ്രഭാഷണം നടത്തിയ പൽപ്പൂന്നൂരിൽ പ്രഭാഷണം നടത്തിയ രാമായണത്തിന്റെ ആനുകാലിക പ്രസക്തിയെ കുറിച്ചാണ്. അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ വേദങ്ങളാണ് ഹിന്ദു വിഭാഗത്തിന്റെ ആധികാരിക ഗ്രന്ഥം. കാരണം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ്, ഞങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഉപനിഷത്ത്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ക്ലാസിക് കൃതികൾ. അപ്പം നമ്മുടെ ക്ലാസിക് കൃതികൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമാണ്. അത് പിന്നെ ലോകോത്തരമാണ്. മെസപ്പൊട്ടോമിയൻ, അത് പിന്നെ അങ്ങനെ ഒരുപാട് ചരിത്രം പഴയ ഉണ്ടല്ലോ സംസ്കാരം. അതിലൊക്കെ ഏറ്റവും കിടപിടിക്കുന്ന ഒന്നാണ്.
അപ്പൊ അത് ഈ വേദങ്ങളും അതുപോലെ തന്നെ ഇതുപോലെ ഇതിഹാസം, ഇതാണ് ക്ലാസിക് റീഡിംഗ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഏതാണ്? ആദ്യം ഉണ്ടായ ഏതാണ്? ആദ്യ കവി എഴുതിയതാണ് ഏതാണ്? വാൽമീകി രചിച്ച രാമായണമാണ് ഇതിഹാസത്തിൽ ഒന്ന്. അത് കഴിഞ്ഞ് 1000 കൊല്ലം കഴിഞ്ഞാണ് മഹാഭാരതം വന്നത്. അപ്പം അത് വേദവ്യാസൻ. ഈ നാം ആദ്യം പറഞ്ഞില്ല, വേദങ്ങളെല്ലാം ക്രോഡീകരിച്ചത് 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഇതെല്ലാം ക്രോഡീകരിച്ചെടുത്തത് വേദവ്യാസനാണ്. അദ്ദേഹമാണ് മഹാഭാരതം എഴുതിയത്. അപ്പം അതിലാണ് എന്താണ് കുരുക്ഷേത്ര യുദ്ധം വരുന്നത്. അതിൽ നമ്മൾ കുട്ടിയൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അറിയാലോ, കുരുക്ഷേത്ര യുദ്ധം വലിയ പാണ്ഡവരുടെ പക്ഷത്തായിരുന്നു ശ്രീകൃഷ്ണനായിരുന്നു അർജുനന്റെ തേരാളി. എതിർപക്ഷത്ത് മഹാവീരന്മാരായ എല്ലാവരും, ദ്രോണൻ, സഞ്ജയര്, എല്ലാവരും, ഭീഷ്മാചാര്യ ലോകാർക്കും കൊല്ലാനൊക്കെ എല്ലാം അണിനിരന്ന് വന്നപ്പോൾ ഈ ബന്ധുക്കളെയൊക്കെ നോക്കിയിട്ട് അർജുനൻ തട്ടിൽ തളർന്നു വീഴുന്നു. അപ്പോഴാണ് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത്. ലോകപ്രസിദ്ധമാണ്. ഇപ്പൊ ബ്രിട്ടനിലെയൊക്കെ പിന്നെ ഒരുപാട് പ്രമുഖന്മാര്, മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഈ ഗീതയുടെ എടുത്തു വെച്ച് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിച്ചാണ് എങ്ങനെ ജീവിത നൈരാശ്യം മൂലം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ കാണുന്ന നമ്മൾ ഒരുപാട് പേര് പെട്ടെന്ന് അങ്ങ് ആത്മഹത്യ ചെയ്യാം. അപ്പൊ ഈ കഥകളാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ വലിയ പ്രാധാന്യം വന്നിരിക്കുകയാണ്. ഇതൊക്കെ സനാതന ധർമ്മത്തിൽ വരുന്നതാണ്. അത് ഇതെല്ലാം പഠിച്ചുകൊണ്ടാണ് ആ ആളുകൾ പറയുന്നത് എനിക്ക് സംശയമാണ്. അപ്പൊ അവസാനം ഈ ഭഗവത്ഗീത കേട്ടിട്ട് അർജുനൻ വലിയ വീര്യത്തോടുകൂടി തേരില ചാടി എണീറ്റാണ് യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ ജയിച്ചത്. അതിൽ ധർമ്മ സംസ്ഥാന ആണോ? അതിൽ ഇല്ലേ? പരിത്രാണായ സാധൂന വിനാശായ ശത്രുഘ്നാൻ. അത് ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ഇതിലെ ദൈവങ്ങൾ. ഈ ഗുരു എന്താണ്? ഗുരു ചെയ്ത എന്താണ്? ധർമ്മം. അദ്ദേഹത്തിന്റെ ധർമ്മം എന്ന് പറയുന്ന ഒരു ബുക്ക് തന്നെ ഉണ്ട്. നിങ്ങൾ ഇവിടെ ക്ലാസ് പ്രാവശ്യം എടുത്തോന്ന് എനിക്ക് അറിയില്ല. ധർമ്മം. അതിനകത്തൊരു കുട്ടി ജനിക്കുന്നിടം മുതൽ അന്തേശി പട്ടടയിൽ വെക്കുന്നവരെ ഉള്ള മനുഷ്യന്റെ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട്, ജീവിതത്തിന്റെ നമുക്ക് പാലിക്കാനുള്ള എല്ലാ കാര്യങ്ങളും മഹാഗുരു എഴുതി വെച്ചിരിക്കുകയാണ്. ജനിക്കുമ്പോൾ എന്ത് ചെയ്യണം, പ്രസവ ശുശ്രൂഷ എന്ത് ചെയ്യണം, പ്രസവിക്കുന്ന സ്ത്രീയുടെ കിടക്കുന്ന മുറിയുടെ രീതി എന്തായിരിക്കണം. അന്ന് ഡോക്ടർമാരില്ലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ എഴുതിയൊന്നുമില്ല. അതുകൊണ്ട് ഈ അന്ന് ഇവരെ പ്രസവം എടുക്കുന്ന ആരാണ്? ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന പതിഞ്ചി എന്ന് പറയും. പതിഞ്ചി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ലക്ഷണം, ആ കുട്ടിയെ ജനിച്ച് വീണാല അതിനെ എങ്ങനെ പരിചരിക്കണം, അതിനെ എങ്ങനെ ഇപ്പൊ ചോറുകൾ കൊടുക്കണം, എപ്പോഴും വിദ്യാഭ്യാസം എടുത്തുന്നിരിക്കണം, ഇതെല്ലാം ഒക്കെ ഇട്ടിങ്ങനെ പറഞ്ഞിരിക്കുക. ഗുരു പറഞ്ഞിരിക്കുക. നിങ്ങളിതിന്റെ ക്ലാസ് ക്ലാസ് അറേഞ്ച് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് നോക്കണ്ടേ, നമ്മുടെ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ആണ്. അതുപോലെ കല്യാണം അങ്ങനെ നടത്തണം. അതെല്ലാം ഗുരുവിന്റെ ഇപ്പോഴത്തെ ഇത് വെച്ചാണ് നമ്മുടെ കല്യാണം എല്ലാം നടക്കുന്നത്. ഏതാണ്? ഗുരുവാണ്. അച്ഛൻ മകളുടെ കൈ പിടിച്ച് അവരുടെ കന്യാദാനം നടത്തി കൊടുക്കുന്ന സമ്പ്രദായം ഇതെല്ലാം ഗുരു ഉണ്ടാക്കുകയാണ്. പിന്നെ പട്ടടയിലേക്ക് മരിച്ചു പോയാൽ എത്ര തവണ ഇത് വേണം, എത്ര ദിവസം ശ്രാദ്ധം പിന്നെ ആചരിക്കണം, ഇതെല്ലാം ഗുരു വളരെ സവിസ്തരമായി. ഗുരു അത് സംസ്കൃതത്തിൽ സ്വാമിമാരെ വിളിച്ച് പറഞ്ഞു കൊടുത്തതാണ്. അതാണ് കോണ്ടാക്ട്. അതിന്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു ഗുരുധർമ്മ നൃത്യ ജീവിതത്തിൽ എന്ന് പറയുന്നത് എൻ്റെ ഒരു സബ്ജക്റ്റാണ്. അതിൽ ഞാൻ നല്ല വിശദമായിട്ട് ഇത് കവർ ചെയ്യുന്നു. അപ്പൊ എത്ര ദിവസം വാലായ്മ അതെല്ലാം പറയുന്നുണ്ട്. സഞ്ചാരം എത്ര ദിവസം കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് അത്. പിന്നെ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗുരു എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മഹാഗുരു നമുക്ക് വേണ്ടി എഴുതിച്ചത്. ഇങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഗുരുനാഥൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഋഷിവര്യൻ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയാമല്ലോ. ഇവിടുത്തെ ഗുരു വരുന്ന
ഈ അരിയപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴുള്ള സ്ഥിതി. കുമാരനാശാനാണ് അത് ഏറ്റവും കൂടുതൽ എഴുതിയ ഒരുപാട് മഹാകാവ്യങ്ങൾ, കാവ്യ തല്ലജങ്ങളിലൂടെ കുമാരനാശാനാണ് അത് വിളിച്ചു പറഞ്ഞത്. തൊട്ടുകൂടാത്തവർ, തെണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ തമ്മിലുള്ള അന്തത്തിലില്ലാനായിട്ട് അങ്ങനെ ഇത്. അതുപോലെ തന്നെ എത്ര പെരുമാക്കൾ, എത്ര ശങ്കരാചാര്യന്മാർ, എത്രയോ തുഞ്ചനും കുഞ്ചനും ക്രൂരമാം നിൻ വയറ്റിൽ അലസിപ്പോയി ഭാരതമാതാവേ. ഈ ദുഷിച്ച സ്ഥിതി കാരണം ഭാരതമാതാവിന്റെ വയറ്റിൽ ഒരുപാട് ജീവൻ നശിച്ചു പോയെന്ന് പറഞ്ഞ് കുമാരനാശാൻ അതിശക്തമായിട്ട് വിലപിക്കുക. ഒരുപാട് നരൻ അശുദ്ധ വസ്തു പോലും ഇങ്ങനെ ഒരു നാട് എവിടെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് കുമാരനാശാൻ വിലപിക്കുകയാണ്. ആശാനാണ് ഏറ്റവും ഇത്. അപ്പൊ ഗുരുവിനെ ഏറ്റവും ഈശ്വരനായിട്ട് കൽപ്പിച്ചുകൊണ്ട് ആദ്യം കവിതകളെല്ലാം എഴുതിയ ആരാണ്? കുമാരനാശാനാണ്. അണകഴിഞ്ഞ് അഴലാഴിയാഴിൽ പ്രണയമുദിച്ച് കഴിഞ്ഞു ഭാരതസ്യ എന്ന് പറയുന്ന മഹത്തായ. എന്നിട്ട് ശ്രീനാരായണ ഗുരു എൻ്റെ ദേവനെ. അതുപോലെ തന്നെ ഗുരുവിന്റെ ഇതുണ്ടല്ലോ, പിന്നെ ഗുരുവിന്റെ നാരായണമൂർത്തെ, ഗുരുനാരായണമൂർത്തെ എന്നുള്ള ആരായുവിൽ അന്തത്തിൽ ആദ്യം നേരാം വഴിയാട്ടും ഗുരുവല്ലോ പരദൈവം. കുമാരനാശാൻ അങ്ങനെ ചുമ്മാ പറയുന്ന ആളാണോ? സാധാരണക്കാരനാണോ? വലിയ യുക്തിവാദിയാണ്. എങ്ങനെയാണ് അദ്ദേഹം മഹാനായത്? ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ കുടുംബസ്ഥലത്ത് പോയി പ്രതിഷ്ഠ നടത്തിയപ്പം ആശാന കൊച്ചി ഇതിലെ ഒന്ന് കണ്ടായിരുന്നു. അപ്പൊ ഏതോ കവിതകളൊക്കെ എഴുതിക്കൊണ്ട് കൊടുത്ത് ആരോ പറഞ്ഞ ഗുരുവിന്റെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞപ്പോ അത് മുഴുവൻ പ്രണയ കഥകളാണ് മുഴുവൻ. അപ്പൊ ഗുരു അത് മടക്കി കൊടുത്തിട്ട് പറഞ്ഞ് നീ അത് അതായത് ആദ്യത്തെ കേട്ട്. അന്നത്തെ കുമാരനാശാനെ വലിയ ആളാക്കിയിട്ട് ഇവിടെ അറിയാമല്ലോ, അദ്ദേഹം കോലത്തുകാരെ ചെറിയ സമസ്യ പൂരിപ്പിച്ചു കൊടുത്ത് കുമാരനാശാൻ അങ്ങനെ ഡോക്ടർ വിളിച്ചുകൊണ്ട് പോയി. ഡോക്ടർ പൽപ്പുവിനെ ഏൽപ്പിച്ചു. വിദ്യാഭ്യാസ ആദ്യം ഗുരു കൊടുക്കുന്ന സ്കോളർഷിപ്പാണ്. എന്താണ്? മൈസൂരിലെ ചാമരാജ കോളേജിലേക്ക് അയച്ചു പഠിപ്പിച്ച് അവിടുന്ന് ബംഗാളിൽ അയച്ചു. ഇംഗ്ലീഷ് സാഹിത്യം, ലോക സാഹിത്യം മുഴുവൻ ആശാൻ ഹൃദിസ്ഥമാക്കി. അപ്പോൾ അങ്ങനെ ബംഗാളി പഠിച്ചു, കന്നഡ പഠിച്ച്, സംസ്കൃതം പഠിച്ച്, ഇംഗ്ലീഷ് പഠിച്ച്, മലയാളം പഠിച്ചു. ഇപ്പം ഞാനിപ്പം ഈ രാമായണം 2-3 എടുത്ത് പ്രഭാഷണം നടത്തിയപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെ നമ്മുടെ പ്രമുഖരായ ഋഷിവര്യന്മാരെന്ന് പറയുന്ന അവർ കവികളിൽ കൂടെ ആരൊക്കെയാണ്? ഈ രാമായണം മഹാഭാരതമൊക്കെ എഴുതിയിട്ട് തന്നെ വാൽമീകി, വേദവ്യാസൻ, ശങ്കരാചാര്യൻ, അത് കഴിഞ്ഞ് നാരായണ ഗുരുവാണ്. പലരും അത് പറയാൻ മടിക്കുന്നു. നാരായണ ഗുരുവാണ്. അവരെക്കായി സവിശേഷമാണ് നാരായണ ഗുരുവിന്. എന്താണ്? ഈ കവികൾക്കെല്ലാം, ഇവരെല്ലാം ശങ്കരാചാര്യൻ ഉൾപ്പെടെ ഉള്ളവരെല്ലാം ഒരു ഭാഷയെ അറിയാവുന്ന. നമുക്ക് സംസ്കൃതം മാത്രമേ അറിയാം. ഗുരുവിന് എത്ര ഭാഷ അറിയാമായിരുന്നു? സംസ്കൃതം അറിയായിരുന്നു, മലയാളം, തമിഴ്. അപ്പം ഋഷീശ്വരന്മാരിൽ 3 ഭാഷകളിൽ കവിത എഴുതിയ ആരാണ്? ശ്രീനാരായണ ഗുരു മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ത്യയിലെ സന്യാസിമാരിൽ, ശ്രേഷ്ഠന്മാരിൽ ഏറ്റവും അത്യുത്തമമായ പൊസിഷൻ, സ്ഥാനമുള്ളതാണ് നമ്മുടെ മഹാഗുരു. നമ്മുടെ മഹാഗുരു തന്നതാണ് ഇവിടുത്തെ. മഹാഗുരുവിനെ പലരും രാഷ്ട്രീയക്കാരൊക്കെ പറയുമ്പോൾ എന്തുവാണ്? നവോത്ഥാന നായകൻ. ഗുരു തീർച്ചയായിട്ടും നവോത്ഥാന നായകനാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ. അപ്പം അതിൻ്റെ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചാൽ, ഗുരു എപ്പോഴും ഈ കരിങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, കോളം കഴിഞ്ഞ് പോകുന്ന സ്ഥലം കരിങ്കുളം. ഗുരു എപ്പോഴും ഒക്കെ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു ദിവസം ഗുരു ഈ വീട്ടിലെ വലിയ ആഘോഷം നടക്കുന്നു.
അപ്പൊ ഭയങ്കര ആഘോഷം. വീട് എല്ലാം പന്തലും എല്ലാം നടന്ന ആളുകൾ ഗേറ്റിൽ റോഡിലൊക്കെ നീക്കുകയാണ്. അപ്പൊ അവിടെ വലിയ ഒരു ആരവം കേൾക്കുന്നു. ആളുകൾ ഇരുന്നപ്പോ ആളുകളെല്ലാം കൂടി എണീച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ തുടങ്ങി. അപ്പൊ അവിടെ നിന്നവർ വിളിച്ചു, ശ്രീനാരായണ ഗുരു വരുന്നെന്ന് പറഞ്ഞു. അവിചാരിതമായിട്ട് ഇങ്ങനെ ഉള്ള ഒരു സംഭവം ഒരു വീട്ടിലേക്ക് കടന്നു വരികയാണ്. അവിടെ വന്നപ്പോ ഭയങ്കര ആഘോഷം. അന്നത്തെ വലിയൊരു തുക ചെലവാക്കി വലിയ പന്തലും കാര്യങ്ങളും. അത് എന്താണെന്ന് അറിയാം, ശൈശവ കല്യാണം. അന്നത്തെ ഏറ്റവും ദുരാചാരമാണ്. എത്ര മുഴുവൻ സമ്പത്തും വസ്തുക്കളും എല്ലാം വിറ്റാണ് ഇത് നടത്തുന്നത്. ഗുരു എങ്ങനെയോ ഇതറിഞ്ഞ് അവിചാരിതമായിട്ട് കയറി വന്നതാണ്. അപ്പൊ ഈ ശൈശവം എന്ന് പറയുന്നത് എങ്ങനെയാണ്? കൊച്ചു കുട്ടികൾ മുതൽ 11 വയസ്സ് വരെ ഉള്ള കുട്ടികളെ, ആൺകുട്ടികളെ പെൺകുട്ടികളെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഈ ഒരു വീട്ടിൽ തന്നെ അവരെ കല്യാണം കഴിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ്. കല്യാണം കഴിപ്പിച്ചിട്ട് ഈ പിള്ളേരെ ഒരു മുറിയിൽ 2-3 ദിവസം കൂട്ടി വയ്ക്കും. അത് കഴിഞ്ഞ് അവർ വിളിച്ചോണ്ട് പോകും. പിന്നെ ഇവർ തമ്മിൽ കാണത്ത പോലും ഇല്ല. എന്തൊരു ദുരാചാരം എന്ന് ആലോചിക്കും. മുഴുവൻ സമ്പത്തും ഇതിനു വേണ്ടി ഇതിലേക്ക്. എന്നിട്ട് ആദ്യം ഇറുമതിയാകുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി വലിയ ചടങ്ങുകൾ. ഈ ഗുരു വന്ന് അവിടെ ഈ ഇവരെല്ലാം പന്തലി ചെറുക്കനും പെണ്ണും ഒക്കെ ഇരിക്കുക. അവിടെ ഗുരു പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്, ഈ ദുരാചാരം ഞാൻ ഇവിടെ നിർത്തലാക്കുന്നു. ഒരാളിന് ഒരക്ഷരം പറയാൻ പറ്റി. അങ്ങനെയൊക്കെ ഈ എല്ലാ അന്ധവിശ്വാസങ്ങളും കുഴപ്പങ്ങളും എല്ലാം മാറ്റിയ നവോത്ഥാന നായകനാണ്. നവോത്ഥാന നായകൻ എന്ന് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. ഗുരു മഹാവൈദ്യനാണ്, ഭിഷഗ്വരനാണ്, കവിയാണ്. ഗുരു എന്തല്ലെന്നാണ് പറയേണ്ടത്, എല്ലാമാണ്. നമ്മുടെ സാക്ഷാൽ ദൈവമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടോ? നമുക്ക് സമയം എങ്ങനെയാണ് സാർ? അപ്പം ഇനി നമുക്ക് എന്തെങ്കിലും അഭിപ്രായമോ, ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, ചർച്ചകളോ ഒക്കെ നടത്താം. അഭിപ്രായങ്ങളുണ്ട്, അതാണ് സന്തോഷം. നമുക്ക് പറയുന്നതിനേക്കാൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കേൾക്കുന്നതാണ് സന്തോഷം. അങ്ങനെ വളരെ ഹാർദമായി ഇത്രയും സഹകരിച്ച് നിങ്ങൾ എല്ലാം സഹകരിച്ചതിൽ ഞാൻ അഭിവാദ്യം അർപ്പിക്കുന്നു. കാരണം ചരിത്ര പ്രസിദ്ധമായ, ഞാൻ ആദ്യം പറഞ്ഞു സ്ഥലമാണ്. ഈ സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്താൻ അവസരം തന്നെ ലഹരി പ്രത്യേകിച്ച് ശിശുവാനന്ദ സാറിനെ എല്ലാം ഞാൻ വളരെ ഹാർദവുമായ അഭിനന്ദനം അറിയിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അവിടെ എണീച്ചെന്ന് പറയൂ, അല്ലെ ഇവിടെ